ഓൺലൈൻ എന്റെ വോയിസ് ക്ലിയർ ആണോ? Yes, sir. ഓഫ്ലൈൻ കംപ്ലീറ്റ് ആയി അറിയില്ലല്ലോ. ഓക്കെ. നിങ്ങൾക്ക് ഇതുവരെ ഇവിടുന്ന് പറഞ്ഞ എല്ലാ സെഷൻസും കിട്ടിയിട്ടുണ്ട്. അത് ഇതിന്റെ കൂടെ വേറെയും കുറെ സെക്ഷൻസ് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടാവില്ലേ? ലൈക്ക് സോഫ്റ്റ് സ്കില്ല്, റെസ്യൂം, അങ്ങനെ കുറെ സെഷൻസ് പറഞ്ഞിട്ടുണ്ടാവില്ലേ? അതൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഉം. ഉം. എല്ലാം കിട്ടിയോ? എല്ലാം കിട്ടിയോ? പറഞ്ഞതിൽ എന്തെങ്കിലും ഇപ്പോഴും സ്റ്റിൽ പെൻഡിങ് ഉണ്ടോ? നിങ്ങളോട് തരാന്ന് പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോഴും കിട്ടാതെ ഉണ്ടോ? ഇതാക്കിയോ? കിറ്റപ്പിന്റെ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ആരാ അടുത്ത്? ആരാ? ഏഹ്, ഒരു താടിയൊക്കെ വെച്ചുള്ള ആളാണോ? ഉം? താടിയൊക്കെ വെച്ചുള്ള ഒരാളാണോ ചോദിച്ചത്? മേമാണോ? ഏ, അല്ല, ആള് കമ്പനിയിൽ നിന്ന് പോയി. ലുമിനാറിൽ പോയി. ലുമിനാറിൽ സ്റ്റാഫ് അല്ല ഇപ്പൊ. അറിയില്ല. അപ്പോ ഇതുവരെയെല്ലാം കംപ്ലീറ്റഡ് അല്ലേ? ഇനിയൊന്നും പെൻഡിങ് ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. അത് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുവരെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഫേസ് ആയിട്ടുണ്ടോ? മീൻസ് ആരെങ്കിലും നിങ്ങൾ ചോദിച്ചു, പക്ഷെ എന്താണ് അവർ പ്രോപ്പറായിട്ട് എന്നോട് കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, എന്തെങ്കിലും ഇഷ്യൂസ് ആർക്കെങ്കിലും ഉണ്ടോ? ഉം? എന്താ നിങ്ങളോട് ചോദിക്കുന്നത്? നിങ്ങൾ ആരാണോ ഒരു എന്താണ് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ ഒരു സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്തു, അവരുടെ സൈഡിൽ നിന്ന് പ്രോപ്പർ റെസ്പോൺസ് കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ആർക്കെങ്കിലും ഉണ്ടോ? അല്ല, ഓക്കെ ആണോ? അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഇൻഫോം ചെയ്യാം കേട്ടോ. ഞാൻ എന്റെ കാര്യം തന്നെ പറഞ്ഞു കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ആവശ്യം എന്നെ കോൺടാക്ട് ചെയ്ത് ഇൻ കേസ് ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിൽ അത് എന്നോട് ഇൻഫോം. ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് വേറെ കോൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചിലപ്പോൾ അവിടെ വെച്ചിട്ട് ആ കോളിലോട്ട് പോകും. ചിലപ്പോൾ ആ കോൾ ചിലപ്പോൾ 1 hour ഒക്കെ മൂവ് ചെയ്യുന്ന കോൾസ് ഉണ്ടാവും. തിരിച്ചൊരു ഞാൻ ഇതിന്റെ കാര്യം മറന്നു പോകും. അപ്പോൾ നിങ്ങൾ റിപ്ലൈ വന്നില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല കേട്ടോ. സിറ്റുവേഷൻ അങ്ങനെ ആകുമ്പോൾ ആയി പോകുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എന്ത് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്താൽ മതി. സാർ, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, റിപ്ലൈ വന്നില്ല. എന്ത് ചെയ്യും, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഏതാ? സാറ്റർഡേ സൺഡേയും അവൈലബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം ആയിരിക്കും. പക്ഷെ ഇപ്പം ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻസിനോ പോയി കഴിഞ്ഞാൽ മേ ബി ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ മാക്സിമം ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. പക്ഷെ ചില സിറ്റുവേഷൻസ് നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റാത്തതുണ്ടാവല്ലോ, ആ സമയത്ത് മാത്രം ഉണ്ടാവാറില്ല. അത്ര അർജന്റ് ആണെങ്കിൽ ഡയറക്റ്റ്ലി വിളിക്കാം, കോൾ കൂടെ ചെയ്യാലോ. ഡയറക്റ്റ്ലി വിളിക്കാം. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ടൈമും അവൈലബിൾ ആയിരിക്കും. ഞാൻ വളരെ റെയർ ആയിട്ട് അത് ആരും മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും അതിനൊരു 3-4 മണിക്കൂറൊക്കെ ഡിലേ വരുന്നത് വളരെ റെയർ ആയിട്ടായിരിക്കും.
മാക്സിമം എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ നോക്കാറുണ്ട്. ചില സമയത്ത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാറ്. മനുഷ്യനല്ലേ, എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പൊ അതും ഉണ്ടാവാറ്. ഇവൻ ഞാൻ എന്റെ കല്യാണത്തിന്റെ ലീവിന്റെ സമയത്ത് പോലും അന്ന് പോലും എന്നെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉം. ഞാൻ പറഞ്ഞിട്ട് പോയിട്ടും അന്നത്തെ ദിവസം പോലും എന്നെ വിളിച്ചിട്ടുണ്ട്. ഉം. എനിക്കറിയാൻ വിളി വരും അല്ലെങ്കിൽ മെസ്സേജ് വരും അറിയുന്നതുകൊണ്ട് ഫോൺ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഫോൺ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞു. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത് തന്നെ പറഞ്ഞു. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ടൈം ഇന്റലിജൻസ് ഫംഗ്ഷൻസിലെ എന്തൊക്കെയായിരുന്നു? സെയിം പീരിയഡ് ലാസ്റ്റ് ഇയറും പ്രീവിയസ് ഇയറും. ആ രണ്ടിന്റെയും കൺസെപ്റ്റ് ക്ലിയർ ആയിരുന്നു. ഇതുപോലെ നമുക്ക് സ്ലൈസർ വെക്കാതെ വേണമെങ്കിൽ സിംഗിൾ ടേബിൾ വിഷനിൽ മൊത്തം ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ സ്ലൈസറിൽ ചെയ്യുന്ന അതേ കാര്യം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു വിഷ്വൽ ഷോക്കേസ് ചെയ്യാം. ഞാനിവിടെ ടേബിൾ വിഷൽ എടുത്തു. ആ ടേബിൾ വിഷനിലോട്ട് സ്ലൈസറിൽ നമ്മൾ എന്താ സെലക്ട് ചെയ്യുന്നത്? ഇയറും മന്തും. അപ്പൊ അതിനെന്ത് ചെയ്യാം, ടേബിൾ വിഷൽ ആഡ് ചെയ്യാം. ഞാൻ ടേബിൾ വിഷലോട്ട് ഇയർ ആഡ് ചെയ്യുന്നു, മന്ത് ആഡ് ചെയ്യുന്നു. ഈ ഇയറും മന്തും ആക്ച്വലി എന്താണ്, ഇവിടുത്തെ ഓരോ സെലക്ടഡ് കണ്ടീഷൻ ആണ് കേട്ടോ. ഞാനിവിടെ സ്ലൈസറിൽ ഓരോ സെലക്ഷൻ കൊടുക്കുന്നില്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ഇവിടുത്തെ സെലക്ട് കണ്ടീഷൻ ആരാണ്? 2018 ഫെബ്രുവരി. അതുപോലെ ഇവിടുത്തെ ഓരോ സെല്ലും എന്താണ്, ഓരോ സെലക്ടഡ് കണ്ടീഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് റോ ആരുടെ സെലക്ടഡ് കണ്ടീഷനോ? 2017 ജാനുവരിയുടെ. സെക്കൻഡ് റോ 2017 ഫെബ്രുവരിയുടെ. തേർഡ് റോ 2017 മാർച്ചിന്റെ. അതായത് ഓരോന്നും ഓരോ ഇൻഡിവിജ്വൽ സെലക്ടഡ് കണ്ടീഷൻ ആണ് അവിടെ വരുന്നത്. അതിന് ബേസ് ആയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ എക്സ്പ്രഷൻ അത് മോഡിഫൈ ചെയ്യുന്നത്. ഇതിലോട്ടാണ് നമുക്ക് എന്താ ആഡ് ചെയ്ത് നോക്കാം, നമ്മുടെ ടോട്ടൽ സെയിൽസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് ആഡ് ചെയ്ത് നോക്കാം. അതിലോട്ട് ആഡ് ചെയ്തു കണ്ടോ, ഓരോ സെലക്ടഡ് കണ്ടീഷൻസിൽ ഇത് മാറുന്ന കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ അതിലോട്ട് ആഡ് ചെയ്യാം. ഓരോ സെലക്ടഡ് കണ്ടീഷൻസിന് മാറും. ആദ്യത്തെ ഒരു 12 സ്ഥലത്ത് വാല്യൂസ് കാണിക്കില്ല. എന്തുകൊണ്ടാണ് ഡിസ്പ്ലേ ചെയ്യാത്ത? ഒരു 12 സ്ഥലത്ത് ഇവിടെ വാല്യൂസ് വരുന്നില്ല, എന്തുകൊണ്ടാ? എന്തുകൊണ്ട് അവിടെ ബ്ലാങ്ക് വരുന്നതിന്റെ റീസൺ? അതിന്റെ പ്രീവിയസ് ഇയറിലോട്ട് പോകുമ്പോൾ ഡാറ്റ ഇല്ല. അപ്പൊ എന്താ, ഒബിയസ്ലി അവിടെ ബ്ലാങ്ക് ആയിരിക്കും വരുമോ. ഇതിലോട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ചെയ്ത് എന്ത് ചെയ്യാം, ടോട്ടൽ സെയിൽസ് പ്രീവിയസ് ഇയർ ആണെങ്കിൽ അത് ആഡ് ചെയ്യാം. പ്രീവിയസ് ഇയർ ആഡ് ചെയ്യുമ്പോൾ കണ്ടോ, 2018 എല്ലാ മന്തിന് അഗേൻസ്റ്റും ഒരേ വാല്യൂ തന്നെ കാണാൻ പറ്റും. ഈ അഗേൻസ്റ്റ് കാണിക്കുന്ന വാല്യൂ എന്താ? 2017 ഓവറോൾ സെയിൽസ് കണ്ടോ. ഇനി ഇവിടെ 2019 എല്ലാ മാസത്തിനും അഗേൻസ്റ്റ് അടുത്തൊരാളെ കാണിക്കുന്നുണ്ട്. എന്താണത്? 2018 ഓവറോൾ സെയിൽസ് കണ്ടോ. ഇപ്പൊ പ്രീവിയസ് ഇയർ ഒരിക്കലും എന്തിനു ഫോക്കസ് ചെയ്യില്ല, പീരിയഡിനെ ഫോക്കസ് ചെയ്യില്ല. അതിന് ആർക്ക് മാത്രമേ ഫോക്കസ് കൊടുക്കും, ഇയറിന് മാത്രമേ ഫോക്കസ് കൊടുക്കും. പക്ഷെ സെയിം പീരിയഡ് ലാസ്റ്റ് ഇയർ അങ്ങനെയല്ല. എന്ത് ചെയ്യും, ലാസ്റ്റ് ഇയറിലെ സെയിം പീരിയഡിലോട്ടാണ് നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത്. പ്രീവിയസ് ഇയർ നേരെ ലാസ്റ്റ് ഇയറിലോട്ട് പോകുന്നെങ്കിൽ സെയിം പീരിയഡ് ലാസ്റ്റ് ഇയർ പീരിയഡിന് കൂടെ എന്ത് ചെയ്യും, ഇമ്പോർട്ടൻസ് പാസ് ചെയ്യും. ഇപ്പൊ ഞാൻ ഈ വിഷയിലോട്ട് ഇയറും മന്തിന്റെ കൂടെ ഡേ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആറിൽ വ്യത്യാസം ഉണ്ടാവില്ല, പ്രീവിയസ് ഇയറിന്റെ വാല്യൂവിന് വ്യത്യാസം ഉണ്ടാവില്ല. കണ്ടോളൂ, അപ്പം എന്തായി, പീരിയഡ് ഇയറും മന്തും ഡേയും ആയി. താഴത്തോട്ട് വരണം, കുറെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ സെയിം പീരിയഡ് ലാസ്റ്റ് ഇയർ മാറി കണ്ടോ. ഈ 25,345 എന്തായിരിക്കും, 2017 ജാനുവരി ഫസ്റ്റിന്റെ ആയിരിക്കും. ഇവിടെ അഗേൻസ്റ്റ് വരുന്ന വാല്യൂ എന്താ, അതിനുപോലെ മാറ്റം വന്നോ? ഇല്ല, സ്റ്റിൽ എന്താണ്, അത് ഓവറോൾ 2017 ആണ് കേട്ടോ. അപ്പോൾ പീരീഡിനനുസരിച്ചാണ് പോകണമെങ്കിൽ ആര് യൂസ് ചെയ്യാം, സെയിം പീരിയഡ് ലാസ്റ്റ് ഇയർ യൂസ് ചെയ്യാം. ഇയറിനെ മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ആര് യൂസ് ചെയ്യാം, പ്രീവിയസ് ഇയർ യൂസ് ചെയ്യാം. അപ്പൊ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെന്റ് നോക്കിയിട്ട് വേണം ഫംഗ്ഷൻസിനെ അവിടെ ചൂസ് ചെയ്യാൻ. രണ്ടിനും ഫംഗ്ഷൻ അവിടെ അവൈലബിൾ ആണ്. ക്ലിയർ ആണല്ലോ അവർക്ക്? ഓൺലൈന് ക്ലിയർ ആണോ ഈ ഒരു കോൺസെപ്റ്റ്? സാറേ ഒന്നുകൂടെ പറയാമോ? എവിടെ മനസ്സിലാവാതിരുന്നത്? ഈ കൺസെപ്റ്റ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഡേ ആഡ് ചെയ്തതാണോ? അതായത് ഈ എൽ വൈയും ടി വൈയും ഇവിടെ കൊടുത്തത്. അതായത് ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തതാണോ? അതായത് ടോട്ടൽ അല്ലാതെ സെയിൽസ് ഇവിടെ ലാസ്റ്റ് നമ്മൾ ഇയർ. യൂസ് ചെയ്യണതിന്റെ അവിടെ ഇല്ലേ? അതായത് ഇവിടെ കാണിക്കുന്ന 25,345 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആരുടെ വാല്യൂ ആണ്? 2018 ജാനുവരി 1-ന്റേതല്ല. ഈ വാല്യൂ ആരുടെ ആയിരിക്കും? ഈ ഒരു പീരീഡിന്റെ നേരെ പ്രീവിയസ് ഇയറിലെ വാല്യൂ ആയിരിക്കും. അതായത് ആരായിരിക്കും? കറന്റ് 2018 ജാനുവരി ആണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഇയറിലെ സെയിം പീരീഡ് ആരായിരിക്കും? 2017 ജാനുവരി 1 ആണ് ഈ വാല്യൂ. 11,69,763 ഇതാരുടെ ആയിരിക്കും? 2017ന്റെ ഓവറോൾ വാല്യൂ ആയിരിക്കും. അതായത് ഇവിടെ യൂസ് ചെയ്ത ഫംഗ്ഷൻ ഏതാ എന്ന് പറഞ്ഞ ഫംഗ്ഷനും ഇവിടെ യൂസ് ചെയ്ത ഫംഗ്ഷൻ ഏതാ? സെയിം പീരിയഡ് ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ക്ലിയർ ആയോ ആനന്ദ്? ആ ക്ലിയർ ആയി. ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. സാർ ഈ പ്രീവിയസ് ഇയർ എന്ന് പറയുന്ന ഇപ്പോ 2018 ഏതെങ്കിലും ഒരെണ്ണത്തില് വാല്യൂ ഇല്ലെങ്കിൽ പോലും പ്രീവിയസ് ഇയർ 2017 അങ്ങനെ ഇയർ മാത്രം കൺസിഡർ ചെയ്യാം, അതാണോ? അത് ഇയറിനെ മാത്രമേ കൺസിഡർ ചെയ്യും. ഇപ്പൊ 2018 ജാനുവരി 7-ല് സെയിൽ നടന്നിട്ടില്ലെങ്കിലും ലാസ്റ്റ് ഇയർ സെയിൽ നടന്നിട്ടുള്ള ആ വാല്യൂ ഇവിടെ കാണിച്ചു തരും. ഓക്കെ. ഇവിടെ താഴത്തോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. 2019-ൽ വരുമ്പോൾ അത് അവിടെ വിസിബിൾ ആയിരിക്കും. കണ്ടോ? മാർച്ച് 16 മുതൽ സ്റ്റാർട്ട് ചെയ്യും. മാർച്ച് 2019 മാർച്ച് 16-ല് ഒരു സെയിൽ നടന്നിട്ടില്ല. പക്ഷെ അതിന്റെ പ്രീവിയസ് സെയിം പീരിയഡ് പ്രീവിയസിൽ നടന്നിട്ടുണ്ട്, അത് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ആ ഇയറിൽ മുഴുവനും നടന്നിട്ടുണ്ട്, അത് ഇവിടെ കാണിക്കുന്നുണ്ട്. കറണ്ട് ഇയറിൽ നടന്നിട്ടില്ലെങ്കിലും പ്രീവിയസിൽ നടന്ന വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയോ? പിന്നെ പവർ ബിയുടെ ചില കൺസെപ്റ്റ് ഞാൻ പറയാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ചില കൺസെപ്റ്റ് പറഞ്ഞ് എന്താണ് അത് പറഞ്ഞെടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കുറച്ച് ഫീൽ ആയിട്ടുണ്ടാവും ഇപ്പൊ ചെയ്ത കാര്യം. എത്രത്തോളം എനിക്കതിങ്ങനെ പറഞ്ഞെടുക്കാന്നുള്ളത് ഞാൻ തന്നെ എപ്പോഴും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കാം. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. ചില ഫംഗ്ഷൻസ് മാത്രം, ബാക്കിയുള്ളതൊന്നുമില്ല. ചില കൺസെപ്റ്റ് പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുന്നത് കുറച്ച്, പക്ഷെ നിങ്ങൾ അതൊന്നും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ ഒരു ഡിഫറൻസ് അവിടെ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്ത് പഠിക്കാൻ പറയുന്ന റീസൺ അതാണ്. പ്രീവിയസ് ഇയർ അവിടെ പ്രീവിയസ് ഇയർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടില്ല. സ്ലൈസർ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പുതിയൊരു പേജ് എടുത്തിട്ടാണ് മൊത്തം ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം ഇതിലോട്ട് ലാസ്റ്റ് ഇയറിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നും. ഉം. തെറ്റിയതാണ്. ലാസ്റ്റ് ഇയറിൽ എഴുതിയിട്ടുള്ളത് ഇപ്പൊ ചെയ്യുന്ന പ്രൊജക്ട് ഫയലിൽ ഒരുപാട് മെഷേഴ്സ് ഉണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് നോക്കിയും കണ്ടിട്ടും കാര്യങ്ങൾ ചെയ്യാം. അത് നിങ്ങൾക്ക് പേര് ഇവിടെ മുഴുവനായിട്ട് കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? ഈ ഡാറ്റാ പെയിൻ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ മൗസ് പോയിന്റ് എടുക്കുമ്പോൾ എക്സ്പാൻഡ് ആയിക്കൊണ്ട് വരും, കണ്ടോ? ഒരു ഡബിൾ ആരോ മാർക്ക്. അത് ഇങ്ങനെ വലിച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് പേര് മുഴുവൻ കാണാൻ പറ്റും. അങ്ങനെ ചെയ്യാം. ചെറുതാക്കി വെച്ച് കഴിഞ്ഞാൽ പേര് മുഴുവൻ കാണാൻ പറ്റില്ല. മുഴുവൻ കാണുന്നത് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി കേട്ടോ. ഒരു ഫോൾഡറിനുള്ളിൽ വേറെ ഫോൾഡർ ഉണ്ടാക്കാൻ ഫോൾഡറിന്റെ അകത്ത് ഫോൾഡർ ഉണ്ടാക്കാൻ പറ്റും അറിയും. ഒരു ഡമ്മി ടേബിളിന്റെ അകത്ത് ഒരു ഫോൾഡർ ആക്കാറാണ് അതിന്റെ അകത്ത്. മനസ്സിലാവുന്ന അതൊരു പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊജക്ട് ടെക്നിക്കൽ പാർട്ട് മാത്രം അടിപൊളിയായിട്ട് കാര്യമില്ല, അതിന്റെ ഡോക്യുമെന്റേഷൻ അടിപൊളിയായിട്ടുണ്ടാവും, ഓർഗനൈസ് ആയിരിക്കണം. അതായത് ഇപ്പൊ നിങ്ങളൊരു പൈത്തന്റെ പ്രൊജക്ട് എഴുതുവാണെങ്കിൽ അതിന്റെ കോഡ് എല്ലാവർക്കും റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവും ഫസ്റ്റ് തിങ്. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കിയുള്ള ഡാറ്റാസ് ഒക്കെ ഒരേ സ്ഥലത്തായിരിക്കും. ഇപ്പം പവർ ബി ആയാലും അങ്ങനെ തന്നെ. നമ്മളിവിടെ ഒരു പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് മെഷേഴ്സ് ഉണ്ടാവും. അതെല്ലാം ഏതൊരാൾക്ക് വന്ന് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവൻ ടേബിൾ ആയി കഴിഞ്ഞാലും മോഡൽ ആയി കഴിഞ്ഞാലും മറ്റൊരാൾക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവരുത്. അപ്പൊ അത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവണം. ഇപ്പൊ ഇതിന്റെ ബേസിൽ ഇരിക്കുന്ന ഡാറ്റ ഉണ്ടാവും. അത് ഇതിലോട്ട് ഡാറ്റ ഡാറ്റ ഉണ്ടാവില്ലേ? അപ്പൊ ആ ഡാറ്റയൊക്കെ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് എടുക്കുന്നത്, ഒരു പ്രോപ്പർ ഡോക്യുമെന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വേറെ ആൾക്ക് കൂടെ ഹാൻഡ് ഓവർ ചെയ്താൽ പിന്നെ അവർ നമ്മുടെ അടുത്തോട്ട് വരേണ്ട യാതൊരു ആവശ്യമില്ല.
ഡോക്യുമെന്റേഷൻ എന്ന പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ ഏത് ജോലിയിൽ കയറി കഴിഞ്ഞാലും ഇൻ കേസ് ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം ലീവായി, എമർജൻസി പ്രൊജക്ട് നടക്കുവാണ്, നിങ്ങൾ പെട്ടെന്ന് ഒരു എമർജൻസി നിങ്ങൾ പോയി, കമ്പനിയിൽ നിന്ന് പോയി, അപ്പോൾ വേറെ ആൾ എന്ത് ചെയ്യും, നിങ്ങളുടെ സിസ്റ്റം ടേക്ക് ഓവർ ചെയ്യും. അപ്പോൾ അവർക്ക് ഈ പ്രൊജക്ടിന്റെ ഫയൽസ് ഒക്കെ എവിടെ, ഓരോ സമയത്ത് അവർ നിങ്ങളെ വിളിച്ചു ചോദിക്കേണ്ടി വരും, ആ ഫയൽ എവിടെ, ഈ ഫയൽ എവിടെ, ഈ ഫയൽ എവിടെ. അതിന് പറഞ്ഞ് നിങ്ങൾക്ക് അവരോട് എന്ത് പറഞ്ഞാൽ മതി, ഈ പ്രൊജക്ടിന്റെ ബേസിലെ ഡീറ്റെയിൽസ് മൊത്തം ആ ഫോൾഡറിന്റെ അകത്ത് കയറിയാൽ അതിൽ കറക്റ്റ് ഡോക്യുമെന്റേഷൻ ഉണ്ട്. പിന്നെ അവർക്ക് നിങ്ങളുടെ ആവശ്യമില്ല, എന്താ ആൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന അവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പേപ്പറിൽ ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് പ്രോപ്പർ അവിടെ ഒരു ഡോക്യുമെന്റ് ആയിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കും അത് യൂസ് ആയിരിക്കും, വേറൊരാൾ വന്നാൽ അവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യാം കേട്ടോ എപ്പോഴും. പോയോ? ഇപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? പ്രോപ്പർലി ഡോക്യുമെന്റ് ആയിട്ട് തന്നെയാണോ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് പോകുന്നത്? ഉണ്ട് പക്ഷെ ഫങ്ഷൻസ് എല്ലാം ഒരു ഫോൾഡർ അങ്ങനെ ആക്കി പോയാൽ കുറച്ച് ഉപകാരേ. ആയതുകൊണ്ട് എല്ലാം ചെയ്യേണ്ടത്. അതായത് ഞാൻ അയച്ചു നിൽക്കുന്ന ഡാറ്റയൊക്കെ പ്രോപ്പർലി ഒരു ഫോൾഡറിലെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അല്ല എല്ലാം ഡൗൺലോഡ്സിലാണ് ഉള്ളത്? ഞാൻ വാട്സപ്പ് ഇങ്ങനെ അയച്ചു തന്ന ഫയൽസ് ഒക്കെ ഇല്ലേ, ഫോൾഡറിലാക്കി വെക്കാറുണ്ടോ? കുറെ പേരൊക്കെ ഇപ്പോൾ ഡൗൺലോഡ്സിലായിരിക്കും ഉണ്ടാവും, അതൊക്കെ പ്രോപ്പർലി അലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ ഗ്രൂപ്പിൽ ഇടുന്ന നോട്ട്സ് ഒക്കെ ഉണ്ടാവും, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തായിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഡൗൺലോഡ് ചെയ്യുന്നത് പ്രോപ്പർലി ഒരു സ്ഥലത്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക കേട്ടോ. അതുകൊണ്ട് അവിടെ ഇവിടെ ആയിട്ട് ചെയ്ത് വെക്കരുത്, അവസാനം അത് ഭയങ്കര ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക്, ഒരു ഹെക്ടിക് ആയിരിക്കും. കമ്പനി കയറി കഴിഞ്ഞാൽ വളരെ ഹെക്ടിക് ആയിരിക്കും. ചിലപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യം ചെയ്തത് ചിലപ്പോൾ ഇതാരും അറിയാനൊന്നും പോകുന്നുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഇതുപോലെ എമർജൻസി വരുമ്പോഴായിരിക്കും അവർ മനസ്സിലാക്കും ഇവൻ ഇത്രയും ഓർഗനൈസ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ ഒരു ഇംപ്രഷൻ തന്നെ അവിടെ മാറാൻ തുടങ്ങും. പിന്നെ ചിലപ്പോൾ വലിയ വലിയ പ്രൊജക്ട് ചിലപ്പോൾ അവർ ധൈര്യമായിട്ട് നിങ്ങൾ ഏൽപ്പിക്കാനും തുടങ്ങും. അങ്ങനെ അവിടുന്ന് അതായിരിക്കും നിങ്ങൾ വലിയൊരു കരിയർ ചേഞ്ച് വരാൻ പോകുന്നുണ്ടാവും, പറയാനൊന്നും പറ്റില്ല. ചെറിയൊരു കാര്യമായിരിക്കും വലിയൊരു ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കാൻ പോകുന്നുണ്ടാവും. എപ്പോഴും ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു പാർട്ട് ഒഴിവാക്കരുത് കേട്ടോ. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഓർഗനൈസ് ചെയ്ത് വെൽ എക്സിക്യൂട്ട് കാര്യങ്ങൾ ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂസർ അല്ലെങ്കിൽ ക്ലയന്റ് എന്നോട് പറയാണ് ജസ്റ്റ് ഇവിടുന്ന് ഡേ ഒഴിവാക്കുവാണ്, അവർ സെലക്ട് ചെയ്യുന്നത് ആക്ച്വലി എന്തായിരിക്കും, 2018 ജാനുവരി ആയിരിക്കും. പക്ഷെ സെയിം പീരിയഡ് ലാസ്റ്റ് ഇയർ യൂസ് ചെയ്താൽ നമുക്ക് എങ്ങോട്ടാ പോകാൻ പറ്റുന്നത്, ആ പീരിയഡിന്റെ നേരെ ലാസ്റ്റ് ഇയറിലോട്ടാ മൂവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ക്ലയന്റ് റിക്വയർമെന്റ് അതല്ല, തൊട്ട് 6 മാസം മുമ്പേയുള്ള ആൾക്കാരിലോട്ട് പോകാൻ പറ്റണം. അവർ വാല്യൂ കമ്പയർ ചെയ്യുന്നത് കറണ്ട് മന്തിലെ വാല്യൂ അഗെയിൻസ്റ്റ് പ്രീവിയസ് 6 മന്ത്. നമ്മളിപ്പോ ചെയ്തെന്താണ്, അഗെയിൻസ്റ്റ് ലാസ്റ്റ് ഇയറിലെ സെയിം പീരിയഡ്. അതിന് പകരം പോവാണ് അഗെയിൻസ്റ്റ് 6 മന്ത്, ബിഫോർ 6 മന്ത്. അപ്പൊ ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2017 ജൂലൈ, അതിന്റെ സെയിം പീരിയഡ് ലാസ്റ്റ് ഇയറിലോട്ട് പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ പറയാണ് നമ്മൾ അതിന് പകരം അഗെയിൻസ്റ്റ് പോകുന്നത് 2017 ജാനുവരി. എന്തായി, 6 മാസം പുറകിലുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ 2017 ഫെബ്രുവരി കമ്പയർ ചെയ്യേണ്ടത് അതിന് തൊട്ട് പ്രീവിയസ് മന്തുമായിട്ട് കമ്പയർ ചെയ്യണം. മനസ്സിലായോ? അഗെയിൻസ്റ്റ് പ്രീവിയസ് മന്ത് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. അതിന് സെയിം പീരിയഡ് ലാസ്റ്റ് ഇയർ യൂസ് ചെയ്യാൻ പറ്റുമോ? പോസിബിൾ ആണോ? അല്ല. അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ യൂസ് ചെയ്യാൻ പറ്റുമോ? ഈ രണ്ട് ഫംഗ്ഷൻ അവിടെ പോസിബിൾ അല്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ ക്ലയന്റ് റിക്വയർമെന്റ് കറണ്ട് ക്വാർട്ടറിലെ പീരീഡ് പ്രീവിയസ് ക്വാർട്ടറിലെ പീരീഡുമായിട്ട് കമ്പയർ ചെയ്യണം. മനസ്സിലായോ? അപ്പൊ അത് ചെയ്യാൻ ഒരിക്കലും എന്താണ് നമ്മൾ ഈ പഠിച്ച രണ്ട് ഫംഗ്ഷനും പറ്റില്ല. അപ്പോൾ എന്തായി, ഇന്റർവെല്ല് ക്ലയന്റ് റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് അവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റണം. ഇന്റർവെൽ ചിലപ്പോ 6 മാസമായിരിക്കാം, അല്ലെങ്കിൽ 6 ദിവസമായിരിക്കാം, അല്ലെങ്കിൽ 6 വർഷമായിരിക്കാം. അതൊന്നും ഒരിക്കലും ആര് വെച്ചിട്ട് പോസിബിൾ അല്ല, സെയിം പീരിയഡ് ലാസ്റ്റ് ഇയർ വെച്ചിട്ട് പോസിബിൾ അല്ല. അത് പീരീഡ് തരും, പക്ഷെ എപ്പോഴും ലാസ്റ്റ് ഇയറിലോട്ട് മാത്രമേ നമ്മൾ കൊണ്ടുപോകൂ. എനിക്ക് എന്ത് വേണം, പീരീഡും വേണം, ഞാൻ പറയുന്ന ഇന്റർവെല്ലിനനുസരിച്ച് എനിക്കത് മാറ്റാനും പറ്റണം. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന അടുത്തൊരു ഫംഗ്ഷന്റെ പേരാണ് ഡേറ്റ് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഡേറ്റ് ആഡ്, ആ പേര് തന്നെ ഡേറ്റ് ആഡ് ചെയ്യാം. ഡേറ്റ് ആഡ്, യെസ്, ടൈമിന്റെ ഫംഗ്ഷൻ തന്നെയാണ്. ഇന്റർവെൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷന്റെ പേരാണ് ഡേറ്റ് ആഡ്. DATEADD. ഇത് ജസ്റ്റ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ നോക്കാം. ഇംപ്ലിമെന്റേഷൻ ഒക്കെ സെയിം പീരിയഡ് ലാസ്റ്റ് ഇയറും പ്രീവിയസ് ഇയറും പോലെ തന്നെയാണ്. ഔട്ട്പുട്ടിലാണ് വ്യത്യാസം വരുന്നത്.
എന്തായിരുന്നു നമ്മൾ അല്ല സർ, സ്ക്രീൻ സ്റ്റക്ക് ആയ പോലെ കണ്ടേ. ആ സർ ഇപ്പം സ്ക്രീൻ ഓക്കെ അല്ലേ? ആണ്. ഇപ്പം അതിന്റെ കേസർ മൂവ് ആ ആവുന്നുണ്ടോ? ആ കാണുന്നുണ്ടോ? ആ ഓക്കെ ഓക്കെ. അല്ലേ? ഇപ്പൊ ഓക്കെയാണ് സർ. ഇപ്പൊ എന്ത് ചെയ്തു? ഡമ്മി ടേബിൾ സെലക്ട് ചെയ്തു, ന്യൂ മെഷർ. ഞാൻ മെഷറിന്റെ പേര് അവിടെ ചേഞ്ച് ചെയ്തിട്ട് ടോട്ടൽ സെയിൽസ്. എനിക്ക് ലാസ്റ്റ് ഇയറിലെ വേണ്ടത് ലാസ്റ്റ് 6 മന്തിലെ വാല്യൂ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് 6 മന്ത് എന്ന് പാസ് ചെയ്യും. ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് 6 മന്ത് ഈക്വൽ ടു, നമ്മൾ ഏത് ഫംഗ്ഷൻ എനിക്ക് യൂസ് ചെയ്യാം? കാൽക്കുലേറ്റ്. ആരുടെ ലാസ്റ്റ് 6 മന്ത് കിട്ടേണ്ടത്? ടോട്ടൽ സെയിൽസ്. അപ്പോൾ എക്സ്പ്രഷൻ പറഞ്ഞു കൊടുത്തു, എന്ത് വേണം? ആ ഒരു കോണ്ടെക്സ്റ്റ് കണ്ടുപിടിക്കണം. ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും കറണ്ട് സെയിം പീരീഡ് ആയിരിക്കും. ഇപ്പൊ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന 6 മാസം പുറകിലുള്ള പീരീഡിലോട്ട് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റണം. അപ്പൊ അവിടുത്തെ സെറ്റ് ഓഫ് ഡേറ്റ് റിട്ടേൺ ചെയ്ത് തരണം. ഒരിക്കലും സെയിം പീരീഡ് ലാസ്റ്റ് ഇയർ കൊണ്ട് പോസിബിൾ അല്ല. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ആര് യൂസ് ചെയ്യാം? ഡേറ്റ് ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻസ്. ഡേറ്റ് ആഡ് ഇവിടെ കാണാം. മൂവ്സ് ദ ഗിവൺ സെറ്റ് ഓഫ് ഡേറ്റ് ബൈ എ സ്പെസിഫൈഡ് ഇന്റർവെൽ. ഇത് ഇന്റർവെലിനനുസരിച്ച് നമുക്ക് ആ ഡേറ്റ് സെറ്റിന് എന്ത് ചെയ്യാം? മുമ്പോട്ടും പുറകിലോട്ടും ചേഞ്ച് ചെയ്യാം. രണ്ടും പോസിബിൾ ആണ്. ബിഫോറും ആഫ്റ്ററിനും ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ 5 ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഡേറ്റ്സ്, നമ്പർ ഓഫ് ഇന്റർവെൽസ്, ഇന്റർവെൽ ടൈപ്പ്, എക്സ്റ്റൻഷൻ, ട്രങ്കാഷൻ. അതിൽ ആദ്യത്തെ 3 ആൾക്കാരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. ബാക്കി 2 ആൾക്കാർക്ക് വളരെ റയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം പുതിയ അപ്ഡേറ്റ്സിൽ വരുന്ന ചേഞ്ചസ് ആണ് കേട്ടോ. മുമ്പ് ഈ 3 ആൾക്കാർ മാത്രമേ വിളിക്കൂ. ഡേറ്റ്സ്, നമ്പർ ഓഫ് ഇന്റർവെൽസ്, ഇന്റർവെൽ ടൈപ്പ്. അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത്, നിങ്ങൾ എവിടുന്നാണ് ഈ ഡേറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്? എവിടുന്നാണ് ഡേറ്റ് സെലക്ട് ചെയ്യുന്നത്? ഡേറ്റ് ടേബിളിലെ ഡേറ്റിൽ നിന്ന്. ഇതുണ്ട്, എല്ലാ ടൈം ഇന്റർവെൽ ഫംഗ്ഷനകത്തും ആരുണ്ടാവും? ഈ ഒരു ആർഗ്യുമെന്റ് കോമ. നെക്സ്റ്റ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എത്ര ഇന്റർവെല്ലാണ് മുമ്പോട്ട് അല്ലെങ്കിൽ പുറകിലോട്ട് പോകേണ്ടത്? 6 മന്ത് എന്താണ് പുറകിലോട്ട് പോകണല്ലേ? 6. അപ്പൊ എങ്ങനെ? 6. അടുത്ത ചോദിക്കുന്നത്, ഈ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേ ആണോ, മന്ത് ആണോ, ക്വാർട്ടർ ആണോ, ഇയർ ആണോ? എന്താണ്? മന്ത്. അപ്പൊ മന്ത് സെലക്ട് ചെയ്യുന്നു, ഫംഗ്ഷൻ അവിടെ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും കാൽക്കുലേറ്റർ ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യും. ഞാനിവിടെ 2017 ജൂലൈ ആകുമ്പോൾ ഈ ഡേറ്റ് ആഡ് എന്ത് റിട്ടേൺ ചെയ്യും? അതിന്റെ 6 മാസം പുറകിലുള്ള എൻ്റെ ഒരു ഡേറ്റ് റേഞ്ച് നമുക്ക് റിട്ടേൺ ചെയ്യും. അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് എന്ത് മോഡിഫൈ ചെയ്യും? ടോട്ടൽ സെയിൽസിനെ മോഡിഫൈ ചെയ്യും. ഇവിടെ കമ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ മെഷർ എടുത്തിട്ട് ഞാൻ ആ വിഷിലോട്ട് ആഡ് ചെയ്യും. ആ വിഷിലോട്ട് ആഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, കണ്ടോ? 2017 ജൂലൈ അഗെയിൻസ്റ്റ് 2017 ജാനുവരി ഉണ്ടോ? അതിന് മുമ്പിലൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? അതൊക്കെ 2016 മൂവ് ചെയ്യുന്നത്. ഡാറ്റയിലുള്ള ബ്ലാങ്ക്. പക്ഷെ ഇവിടെ തൊട്ട് കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്തുണ്ടോ? അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഡേറ്റ് ആഡ്. ഇന്റർവെല്ലില് നമുക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സാറ് കയറി ഒന്ന് കാണിക്കോ? അതിന് അറിഞ്ഞുകൊണ്ട് കളിയുന്നില്ല കേട്ടോ. അത് ഇപ്പോഴത്തെ ഡ്രാഗൺ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഹൈഡ് ആയി പോകുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു ക്വാർട്ടർ മാത്രമാണെങ്കിൽ നമുക്ക് മറ്റേ പ്രീവിയസ് ക്വാർട്ടർ എന്നൊക്കെ യൂസ് ചെയ്യാം അല്ലേ? ജസ്റ്റ് ഒരു ക്വാർട്ടർ പുറകിലേക്കാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ക്വാർട്ടർ യൂസ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഇത് മാറ്റിയാൽ മതി. മൈനസ്, ഇപ്പം പ്രീവിയസ് ക്വാർട്ടറിലോട്ടാണ് പോകണം. എന്ത് ചെയ്യാം? -1. ഇവിടെ എന്ത് പാസ് ചെയ്യാം? ക്വാർട്ടർ പാസ് ചെയ്യാം. ഫംഗ്ഷൻ പ്രീവിയസ് ക്വാർട്ടർ. അത് വേറൊരു കൺസെപ്റ്റ്. അത് പറഞ്ഞുതരാം. ഇപ്പം പ്രീവിയസ് മന്തിലോട്ട് പോകണം. എന്ത് ചെയ്ത്
-1 എടുത്ത് മന്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രീവിയസ് മന്ത് ആയി. കണ്ടോ? 2017 ജാനുവരിക്ക് അപ്പോഴും ഉണ്ടല്ലോ. എന്തുകൊണ്ടാ അത് നേരെ പോകുന്നത് 2016 ഡിസംബർ അവിടെ ഉണ്ടാകും. ഇവിടുന്ന് തൊട്ട് വാല്യൂസ് കാണാൻ പറ്റും. ഇപ്പൊ പ്രീവിയസ് അല്ലാണ്ട് ലൈക് 2018 നെക്സ്റ്റ് മന്തിന്റെ ആന്ന് പറയുന്നത് വലിയ പ്ലസ് ആണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് 1 കൊടുത്താൽ മതി. നേരെ ഓപ്പോസിറ്റ് കണ്ടീഷനിൽ വർക്ക് ചെയ്യും. കണ്ടോ? 2017 ജാനുവരി അഗെയിൻസ്റ്റ് 2017 ഫെബ്രുവരി ആണ്. അപ്പൊ ഇവിടെ വാല്യൂ വരും. താഴത്തോട്ടൊന്നും അവിടെ വാല്യൂ ഉണ്ടാവില്ല. ഇവിടെ ഒന്നും സെയിൽ നടന്നിട്ടില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റിലോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ ബ്ലാങ്ക് വരും. നമ്മൾ അങ്ങനെയും ചെയ്യാം. ക്ലിയർ ആയോ? ഇത് നെക്സ്റ്റ് മന്ത് ആയി. കറണ്ട് മന്ത് നെക്സ്റ്റ് മന്തുമായിട്ട് കമ്പയർ ചെയ്യണം. 2017 ജാനുവരി കമ്പയറിംഗ് വിത്ത് 2017 ഫെബ്രുവരി. അങ്ങനെ വേണം അങ്ങനെയും ചെയ്യാം. അത്രയും കസ്റ്റമൈസേഷൻ അവിടെ ചെയ്യാൻ പറ്റും. നമ്മൾ കൂടുതൽ എന്തായിരിക്കും നെക്സ്റ്റിനെക്കാളും കൂടുതൽ യൂസ് ചെയ്യുക പ്രീവിയസ് ആയിരിക്കും. പിന്നെ മൈനസ് യൂസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ക്ലാസ് ആയിട്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ കേട്ടോ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരിക്കലും സിസ്റ്റം അടിച്ചു പോകാനൊന്നും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെ വേണം എഴുതിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഞാനൊക്കെ അങ്ങനെ പഠിച്ചോണ്ട് ഇങ്ങോട്ട് ഞാൻ പറയും, അങ്ങനെ ട്രൈ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കാൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെ ആണോ? ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ? ഡേറ്റ് ആണ് Yes, sir. ഓൺലൈൻ ബാക്കിലോ? ഓക്കെ ആണ്. ഓക്കെ. അപ്പോ എനിക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഞാനിവിടെ ഇയറും മന്തും മാത്രമേ ഉള്ളൂ അല്ലേ. ഞാൻ ജസ്റ്റ് ഇതിലോട്ട് പീരീഡ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഈ ഡേറ്റയിൽ എന്താണ് വ്യത്യാസം വരുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എന്ത് ചെയ്തു? ഡേ കൂടെ ആഡ് ചെയ്തു. ഇപ്പൊ ജാനുവരിയിൽ ഒന്നും വരില്ല. എന്ന് പറഞ്ഞാൽ 2017 ജാനുവരി 1 എങ്ങോട്ടാ പോവാ? 2016 അല്ല, ജൂലൈ അല്ല, സോറി, ഡിസംബർ 1 പോകും. 2016 ഒരു ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ മൊത്തം എന്തായിരിക്കും? അല്ല നമ്മൾ ലാസ്റ്റ് ഞാൻ ലാസ്റ്റ് മന്ത് ആക്കില്ല, -1 ആക്കി. അപ്പൊ ഇവിടെ എന്തായി? 2017 ഫെബ്രുവരി 1 എഗെയിൻസ്റ്റ് ആരാണ്? 2017 ജാനുവരി 1. അപ്പൊ പീരീഡ് അത് എന്ത് ചെയ്യുന്നുണ്ട്? ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? 1 കൊടുത്തപ്പോ അതായി. അപ്പൊ കറക്റ്റ് പീരീഡ് എന്ത് ചെയ്യുന്നുണ്ട്? ആക്സെപ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ക്ലിയർ ആയോ? പക്ഷെ ഇവിടെയും റിക്വയർമെന്റ് മാറുവാണ്. ക്ലയന്റ് പറയാണ് എനിക്ക് എഗെയിൻസ്റ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ മന്തിലെ ഓരോ ദിവസമല്ല, ഫുൾ മന്തിന്റെ വാല്യൂ കാണിച്ചു തരാം. 2017 ഫെബ്രുവരിയിലെ ഏത് ദിവസം സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും എന്ത് കിട്ടണം? പ്രീവിയസ് മന്തിലെ ഓവറോൾ വാല്യൂ ഇവിടെ മൊത്തം എഗെയിൻസ്റ്റ് കാണിക്കണം. നേരത്തെ ഇയറിന് എഗെയിൻസ്റ്റ് കാണിച്ച പോലെ മന്തിന്റെ ഫുൾ വാല്യൂ ഇവിടെ എഗെയിൻസ്റ്റ് കാണിക്കണം. ക്ലിയർ ആയോ? പീരീഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ആർക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം? മന്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം. പറഞ്ഞത് എന്താണെന്ന് ക്ലിയർ ആയല്ലോ അവർക്ക്? അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് പ്രീവിയസ് മന്ത് എന്ന് പറയുന്ന ഫംഗ്ഷൻ. പ്രീവിയസ് മന്ത്, പ്രീവിയസ് ഇയർ പോലെ അടുത്തൊരു ഫംഗ്ഷൻ ആണ് പ്രീവിയസ് മന്ത്. എങ്ങനെയാണ് ഇംപ്ലിമെന്റേഷൻ നോക്കാം. എന്ത് ചെയ്തു? റൈറ്റ് ക്ലിക്ക്, ന്യൂ മെഷർ. മെഷറിന്റെ പേര് ഞാൻ ഇവിടെ ടോട്ടൽ സെയിൽസ് പ്രീവിയസ് മന്ത് എന്ന് പാസ് ചെയ്യാം. ടോട്ടൽ സെയിൽസ് പ്രീവിയസ് മന്ത് ഈക്വൽ ടു, എക്സിക്യൂഷൻ ഒക്കെ സെയിം തന്നെ. കാൽക്കുലേറ്റ് ആരുടെയാണ്? ടോട്ടൽ സെയിൽസിന്റെ കോമ എന്താണ് വേണ്ടത്? പ്രീവിയസ് മന്തിന്റെ ഡേറ്റ് റേഞ്ച് ആണ് വേണ്ടത് അല്ലേ. അപ്പൊ ആര് യൂസ് ചെയ്യാം? പ്രീവിയസ് മന്ത് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടോ? പ്രീവിയസ് മന്ത്. അതിന്റെ അകത്ത് ഒരു സിംഗിൾ ആർഗ്യുമെന്റ് ചോദിക്കുന്നു, ഡേറ്റ്സ്. ഏതായിരിക്കും ഡേറ്റ്സ്? ഡേറ്റ് ടേബിളില് ഡേറ്റ് കോളം. ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നു, എൻറ്റർ ചെയ്യും. ഔട്ട്പുട്ട് വെരിഫൈ ചെയ്ത് നോക്കാം എന്താണ് വ്യത്യാസം. കണ്ടോ? ഇവിടെ ഇപ്പം അഗെയിൻസ്റ്റ് കാണിക്കുന്ന മൊത്തം എന്തായിരിക്കും? ജാനുവരിയുടെ ഓവറോൾ വാല്യൂ. ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് എത്തുമ്പോൾ മാർച്ചിന് അഗെയിൻസ്റ്റ് കാണിക്കുന്നത് ഫെബ്രുവരിയുടെ ഓവറോൾ വാല്യൂ ആണ്. അത് പീരീഡിന് ഇമ്പോർട്ടൻസ് ഇല്ലാതെ ആക്കണമെങ്കിൽ നമുക്ക് ആര് യൂസ് ചെയ്യാം? പ്രീവിയസ് മന്ത് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അവിടെ യൂസ് ചെയ്യും. ഡേറ്റയുടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരെ ആക്സെപ്റ്റ് ചെയ്യും?
പീരീഡിനെ ആക്സെപ്റ്റ് ചെയ്യും. ആ പീരീഡിനെ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ഒരു പ്രീവിയസ് മന്ത് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അവിടെ യൂസ് ചെയ്യും. ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണ് ഈ ഒരു കൺസെപ്റ്റ്? യെസ് സർ, ക്ലിയർ ആയി സർ. പ്രോപ്പർ ആയിട്ടൊന്ന് ഇംപ്ലിമെന്റ് ചെയ്തില്ല അവർ. എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞോ? ഇത് നമ്മളെല്ലാം സെയിൽസിനെ ബേസ് ചെയ്ത് ചെയ്തു അല്ലേ? ഇത് നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ മൊത്തം നിങ്ങളൊന്ന് പ്രോഫിറ്റിനെ ബേസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് ഇപ്പൊ തന്നെ അതായത് സെയിം പീരിയഡ് ലാസ്റ്റ് ഇയർ, പ്രീവിയസ് ഇയർ, ഡേറ്റ് ആഡ്, പ്രീവിയസ് മന്ത്. നമ്മളിപ്പോ മൊത്തം സെയിൽസിനെ ബേസ് ചെയ്താ ചെയ്ത്. ഇതേ കാര്യം നിങ്ങളൊന്ന് പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടും ക്വാണ്ടിറ്റിനെ ബേസ് ചെയ്തിട്ടും ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷന്റെ കൺസെപ്റ്റിലോട്ട് പോകണ്ട, ഫംഗ്ഷൻ യൂസ് ചെയ്ത് വേണ്ട മാനുവലി ചെയ്താൽ മതി. ഫംഗ്ഷൻസിന്റെ ഹെൽപ്പിലോട്ട് പോകണ്ട ഇപ്പോൾ. അത് അറിയാലോ, അതിന്റെ കൺസെപ്റ്റ് അറിയാലോ. തൽക്കാലം അതിലോട്ട് പോകണ്ട, മാനുവലി ഓരോന്ന് എഴുതി ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്തു. അത് അതിന്റെ പുതിയൊരു പേജിൽ പോയിട്ട് അവിടെ എന്ത് ചെയ്യുക, പ്രോഫിറ്റിന് മാത്രം ഒരു ടേബിൾ ഉണ്ടാക്കുക. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. എല്ലാം ഒരുമിച്ച് കിടക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. പ്രോഫിറ്റിന്റെ മാത്രം, അതിനുശേഷം ക്വാണ്ടിറ്റിയുടെ മാത്രം, ഓരോന്ന് സെപ്പറേറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. അത്രയും ചെയ്ത് കൺസെപ്റ്റ് ഒക്കെ ഓക്കെ ആയവർ മാത്രം ഓൺലൈൻ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. അത്രയും ചെയ്ത് കൺസെപ്റ്റ് ഒക്കെ ഓക്കെ ആയവർ മാത്രം ഓൺലൈൻ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. അതിന്റെ ആവശ്യമുണ്ട് ശരിക്കും പറഞ്ഞു. ഇപ്പൊ ഈ നമുക്ക് അതിലും ഒന്നുകിൽ 3 മാസം അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ രീതിയിൽ പോകും. ഇതിന് 2 മാസത്താക്കി പോകണം അങ്ങനെ. പിന്നൊരു ഡിഫറൻസ് പറഞ്ഞിട്ട് ഒരു ഡിഫറൻസ് പറഞ്ഞു പീരീഡിനെ അപേക്ഷിച്ചിട്ട് പറഞ്ഞത് ലാസ്റ്റ് മന്തിന്റെ
Last year, but thousand of already have reached last year. The same to Indian. Era una giornata, non mi ricordo se che la storia di sia una città come aumentava di zona e si non c'è zero e siamo tutti la stiamo facendo da team ma tutti change to or use some function, but this is better, well, into relationship with them. So, small human analysis. Data previous mainly function on specific interval കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ ആഡ് കൊടുക്കണം അല്ലാണ്ട് ഇപ്പോൾ ഫിക്സഡ് ആയിട്ട് ഇന്റർവെൽ ആണെങ്കിൽ അതിന് ക്വാർട്ടർ പ്രീവിയസ് മന്ത് ലാസ്റ്റ് ഇയർ ആണെങ്കിൽ പ്രീവിയസ് മാത്രമല്ല മെയിൻ ഡിഫറൻസ് സെയിം പീരീഡ് ലാസ്റ്റ് ഇയർ ഡേറ്റ് ആഡ് ആണെങ്കിൽ അതിൽ പീരിയഡിന് ഇമ്പോർട്ടൻസ് വരുന്നത്. പ്രീവിയസ് ഇയർ, പ്രീവിയസ് മന്ത്, പ്രീവിയസ് ക്വാർട്ടർ, പ്രീവിയസ് ഡേ, ഇതിനൊന്നും പീരിയഡിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ട് ഓൾറെഡി ഫിക്സ്ഡ്. പ്രീവിയസ് ഇയർ എന്നാൽ ഫുൾ ഇയർ, പ്രീവിയസ് മന്ത് പ്രീവിയസ് ഫുൾ മന്ത്, പ്രീവിയസ് ക്വാർട്ടർ എന്നാൽ ഫുൾ പ്രീവിയസ്, പ്രീവിയസ് ഡേ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വലിയ വ്യത്യാസമില്ല. ഡേ പിന്നെ ഒരാളല്ലേ.
പ്രോഫിറ്റും ക്വാണ്ടിറ്റിയും രണ്ടൊന്ന് ട്രൈ ചെയ്യും. ഓൺലൈൻ ചെയ്ത് കൺസെപ്റ്റ് ഓക്കെ ആയാലും മാത്രം ഒന്ന് ഹാൻഡ് റൈസ്. നാളെ ക്ലാസ് ഉണ്ട്, ഓർമ്മയില്ലേ? ഗ്രൂപ്പിൽ അപ്ഡേറ്റ് വന്നില്ലെങ്കിൽ നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ. ആ പിന്നെ 25th മേ ബി എന്റെ ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. അന്ന് പവർ ബിയുടെ ഒരു വർക്ക്ഷോപ്പ് ഇവിടെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് എന്റെ ക്ലാസ് ഉണ്ടാവില്ല. ജാസ്മിൻ മാമിന്റെ ക്ലാസ്, പ്രതീക്ഷ മാമിന്റെ ക്ലാസ് ഉണ്ടാവും. വർക്ക്ഷോപ്പ് ജസ്റ്റ് പവർ ബിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു 3 മണിക്കൂർ സെഷൻ. അല്ല, അത് പുറത്തുള്ള ആൾക്കാർ പുതുതായിട്ട് വരാൻ ചാൻസ്, എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവരുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ. ഇല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട യാതൊരു ആവശ്യം നിങ്ങൾ അറിയത്തില്ലേ. ആ ഫ്രണ്ട്സിനാണ് കൊടുക്കാം. നിങ്ങൾക്കറിയാലോ ഒരു 3 മണിക്കൂർ എന്ത് സംഭവിക്കാന്നുള്ളത്, ഒരു ഐഡിയ കിട്ടും അത്രയും. അത് ഏത് കോഴ്സ് ആയാലും ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്താൽ ഒന്നും കിട്ടില്ല, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. അതായത് കുറച്ച് അറിയുന്ന ഒരാൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. എന്തെങ്കിലും അങ്ങനെയുള്ള വർക്ക്ഷോപ്പിനും പറ്റും ബെസ്റ്റ് എന്ന് പറയാം, എന്തെങ്കിലും നോക്കിയിട്ട് പോവാം. അപ്പൊ നമുക്ക് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അപ്പൊ അവർ കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ അവര് നമ്മളൊരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരും. പവർ ബിയുടെ ഒരുപാടുണ്ട്, ഇൻസ്റ്റയിലും യൂട്യൂബും തുറന്ന് ഇത് മാത്രമേ ഉള്ളൂ. ഉണ്ടാവില്ല, ഒരുപാട് പേരുണ്ട് പറ്റിക്കുന്നവര്. 90 രൂപ കൊടുത്തിട്ട് yes. അവരൊരു ബേസിക് പറഞ്ഞിട്ട് അവരുടെ എന്ത് പറയും, അവരുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയും. Yes. അതാണ് അവർ കണ്ടക്ട് ചെയ്യുന്ന വർക്ക്ഷോപ്പ്. അത് ഞാനും പണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു 4 മണിക്കൂർ കൊണ്ട് ഇവർ എന്താ കാണിക്കുന്നത് അറിയാൻ വേണ്ടി ഞാൻ പൈസ കൊടുത്തിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ മനസ്സിലായി ഇതാണ് ഇവരുടെ പരിപാടി. അതാണ് ഈ പവർ ബി 4 മണിക്കൂർ കൊണ്ട് പഠിച്ചിട്ട് മാസ്റ്റർ ആവാന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. ലാസ്റ്റ് അവരുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ കേട്ടോ, 6 മാസം 1 വർഷമൊക്കെ അവർ കോഴ്സിന്റെ ഡ്യൂറേഷൻ പറയുക. അതും ഏടെ ഇല്ലാത്ത വലിയ റേറ്റ് ആയിരിക്കും പറയുന്നുണ്ടാവും. അങ്ങനത്തെ ഞാൻ തന്നെ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കി എന്താ ഇവർ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അല്ലാത്ത നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ, നല്ല ആൾക്കാരും ഉണ്ട്. ഞാൻ പറയാം, പിന്നെ കൊണ്ട് റെഫർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പറയാം, ഒരു ചാന്ദീപ് ചബ്ര പറഞ്ഞൊരു ആളുണ്ട്, ഒരു പഞ്ചാബിയാണ്. ഗൂഡ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ നമുക്ക് കാണിച്ചിട്ടുണ്ട്, GWDLY. ആളുടെ ബെസ്റ്റ് ക്ലാസ് ആണ്. ആളുടെ ഞാൻ കണ്ടതിൽ എനിക്ക് ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ ക്ലാസ് ആളുടെ. ആളുടെ എക്സ്പ്ലനേഷൻ ഒക്കെ എന്താ പറയാ, അതുപോലെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും എനിക്ക് അറിയില്ല. അത്രയും ഒരു ചെറിയ കുട്ടിക്ക് പോലും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു എക്സ്പ്ലനേഷൻ ആളുടെ. ആളുടെ കോഴ്സും കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. എക്സ്പെൻസീവ് ആവാനുള്ള അത്രയും ഉണ്ട്, അത് ഞാൻ പറയാം. ഇതുപോലെ കുറെ ആൾക്കാരുണ്ട് കേരളത്തിൽ തന്നെ. ഒരു മുഹമ്മദ് അൽഫാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയില്ല. റോസൻ കോളംസ്, മൈക്രോസോഫ്റ്റിന്റെ മോസ്റ്റ് വാല്യുബിൾ പ്രൊഫഷൻ ഒക്കെ നേടിയ ആളാണ്. 4 വർഷമായിട്ട് ഇപ്പം കറന്റ് എല്ലാ വർഷവും അത് മൈക്രോസോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. MVP എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ബാഡ്ജ്, അത് എല്ലാ വർഷവും കിട്ടുന്ന ഒരാള്. ആള് എക്സലിലെ കിങ് ആണ്. പവർ ബി എത്രത്തോളം എനിക്കറിയില്ല, ആള് എക്സലിലെ കിങ് ആണ്. എക്സലിലെ ആള് വേറെ ലെവൽ. ഞാൻ നേരത്തെ പറഞ്ഞ ചാന്ദീപ് ചവറ, അത് പവർ കൊറിയയുടെ കിങ് ആണ്. പവർ കൊറിയൻ, പവർ BI, ലാംഗ്വേജിലൊക്കെ ആള് എന്താ പറയാ എക്സ്പെർട്ടൈസിന്റെ അങ്ങേ അറ്റാണ്. ഡാക്സിലും അതെ കേട്ടോ, അതുപോലെ ഡാക്സിലും ആള് വേറെ ലെവൽ എക്സ്പെർട്ടൈസ് ആണ്. അവര് മറ്റേ മൈക്രോസോഫ്റ്റിന് തന്നെ അവർ തന്നെ ഇൻവിറ്റേഷൻ ചെയ്യും ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ പോയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കും ആകാം ആ രീതിയിലോട്ട്, പക്ഷെ അതുപോലെ പ്രാക്ടീസ് ചെയ്ത് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഒരു ലെവലിലോട്ട് എത്തണം. അങ്ങനെയാണ് പറ്റും.
നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കാര്യത്തിന്റെ വാല്യൂ നിങ്ങൾ ഇതുവരെ ആരും കുറെ ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല. ഇത് മണിക്കൂറിനല്ല നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ പഠിക്കുന്നത്. ഓക്കെ. പവർ ബി അല്ല, മൊത്തം. ഇത് മണിക്കൂറിന് ഓരോ ആൾക്കാരും വാങ്ങുന്ന എമൗണ്ട് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഇതിൽ പേടിയായി പോകും. അത്ര എമൗണ്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട് ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട്. അത് ഈ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി. അവരോട് ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു ട്രെയിനിങ് എടുക്കാൻ എക്സ്റ്റേണൽ ഒരു സോഴ്സ് എടുത്ത് എത്ര വാങ്ങുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നത് അപ്പൊ നിങ്ങൾ തന്നെ ഇത്രയും കിട്ടുമെന്നുള്ളത് നിങ്ങളെ ചോദിക്കും. പക്ഷെ അങ്ങനെ ഒരാൾ പോകണമെങ്കിൽ അവർ ചോദിക്കുന്ന ആൻസേഴ്സ് ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ആൻസറബിൾ ആയിരിക്കണം. ഇത് നമുക്ക് പറ്റില്ല. അതായത് ഒരു 2-3 യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഞാൻ ട്രെയിനറായിട്ട് പോവാന്ന് പറഞ്ഞാൽ അവിടെ പെടും. അത് കോർപ്പറേറ്റിൽ പോകുമ്പോൾ അവർക്ക് ഒരുപാട് അതായത് റിയൽ ടൈം ഡൗട്ട്സ് ഉണ്ടാവും. നിങ്ങളെ പോലെ ആയിരിക്കില്ല അവരുണ്ടാവും. അവർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. നമ്മുടെ സിനാറിയോ അവരെ സിനാരി വെച്ചിട്ട് ചോദിക്കുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമ്മളവിടെ ഫെയിൽ ആവും. പിന്നെ കുറച്ച് എന്താ പറയാ സംസാരിച്ച് കയ്യിലെടുക്കാനൊരു കഴിവും കൂടെ വേണം അതിന്റെ കൂടെ. അതൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും സംസാരിച്ച് അവരെ ഒരു ട്രാക്കിൽ എത്തിക്കാനൊരു കഴിവ് കൂടെ വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുണ്ടെങ്കിലേ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവും. പണിയെടുക്കാതെയും പ്രൊമോഷൻ വാങ്ങുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അല്ല, അങ്ങനെയുണ്ട് ഓരോ കമ്പനിയില്. അവർ ജസ്റ്റ് എന്തായിരിക്കും വാ കൊണ്ടായിരിക്കും അവരെ പരിപാടി ഉണ്ടാവുക. യെസ്, അതുകൊണ്ട് എല്ലാം ഞാൻ പറയുന്നില്ല. അതൊരു പ്രത്യേക കഴിവാണ്. നമുക്ക് ഒരിക്കലും കുറവാന്ന് പറയുന്നില്ല. അത് വേറെ ലെവൽ കഴിവാണ്. അതൊന്നും എല്ലാവർക്കും ഒന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല. മുമ്പ് എൻ്റെ തന്നെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ആളുടെ പേരൊന്നും പറയുന്നില്ല. ആൾ എപ്പോഴൊന്നും ക്ലാസ്സിൽ വരില്ല, റെഗുലർ ആയിട്ടൊന്നും ക്ലാസ്സിൽ വരില്ല. എന്താ ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആൾ കറക്റ്റ് വരും. എന്താ അറിയോ, കുറെ ഡൗട്ടും കാര്യങ്ങളായിട്ട് ആൾ വരും. എന്നിട്ട് ഞാൻ ചെയ്ത പ്രൊജക്ട് അതൊക്കെ ആൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോകും. ഇന്റർവ്യൂ നല്ല അടിപൊളി തള്ളി മറി ജോലി വാങ്ങി. അപ്പൊ നല്ല രീതിയിൽ ജോലി നടക്കുന്നുണ്ട്. ഇപ്പൊ ആള് ശരിയായി, പണ്ടത്തെ പോലെ ആയിരുന്നില്ല. ആളത് ചെയ്യുന്ന പ്രോസസ് അതാണ്. ആൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആളുടെ കമ്മ്യൂണിക്കേഷൻ അപ്പാരമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ആള് പിടിച്ചു നിൽക്കുന്നത് പ്രോപ്പറായിട്ട്. ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? ആർക്കെങ്കിലും ചെയ്ത് കാണിച്ചിരുന്ന ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. ഓഫ്ലൈനിൽ ചെയ്ത് കഴിഞ്ഞോ? കറക്റ്റ് ആയിട്ട് കൺസെപ്റ്റ് കിട്ടിയോ? ഓക്കെ. അപ്പോൾ ടൈം ഇൻഡെക്സ് ഫംഗ്ഷൻ നമ്മൾ ഏതൊക്കെയായി? സെയിം പീരിയഡ് ലാസ്റ്റ് ഇയർ, ഡേറ്റ് ആഡ്, പ്രീവിയസ് ഇയർ, പ്രീവിയസ് മന്ത്. അല്ല, പ്രീവിയസ് ഇയർ ഉണ്ട്, പ്രീവിയസ് മന്ത് ഉണ്ട്, പ്രീവിയസ് ക്വാർട്ടർ ഉണ്ട്, പ്രീവിയസ് ഡേ ഉണ്ട് കേട്ടോ. അതുപോലെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റും ഉണ്ട്. നേരത്തെ ഞാൻ -1 വരെ 1 കൊടുത്ത് കാണിച്ചെന്നില്ലേ, അതുപോലെ നെക്സ്റ്റ് മന്ത് ഉണ്ട്, നെക്സ്റ്റ് ഇയർ ഉണ്ട്, നെക്സ്റ്റ് ക്വാർട്ടർ ഉണ്ട്. ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് മാറ്റിയിട്ട് നെക്സ്റ്റ് കോൾ ചെയ്യുമ്പോൾ കണ്ടോ, നെക്സ്റ്റ് വന്ന കൺസെപ്റ്റും ഉണ്ട്. എന്ത് ചെയ്തു, പ്രിൻസിപ്പൽ സെയിം നെക്സ്റ്റ് മന്തിലോട്ട് പോകുന്നേ ഉള്ളൂ. ഞാൻ കാണിച്ചു. റൈറ്റ്. യെസ്, ഇവിടെ എന്ത് ചെയ്തു, ഡേറ്റ് ടേബിളിൽ ഡേറ്റ് പാസ് ചെയ്തു. ഇത് നേരെ ഇവിടെ കാണിക്കുന്നത് നേരെ നെക്സ്റ്റ് മന്ത് എത്തത്. ജാനുവരിക്ക് എഗെയിൻസ്റ്റ് മുഴുവൻ കാണിക്കുന്നത് ഫെബ്രുവരിത്തെ ടോട്ടൽ വാല്യൂ, ഫെബ്രുവരിക്ക് എഗെയിൻസ്റ്റ് കാണിക്കുന്നത് മാർച്ചിലെ ഫുൾ വാല്യൂ. ഇനി അത് വേണമെങ്കിൽ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇയർ വേണമെങ്കിൽ നെക്സ്റ്റ് ഇയർ ആക്കാം. ഇത് മാറ്റിയിട്ട് നെക്സ്റ്റ് ഇയർ ചൂസ് ചെയ്താൽ മതി. ഇപ്പൊ 2017 മുഴുവനും അഗൈൻസ്റ്റ് കാണിക്കുന്നതായിരിക്കും 2018 ആയിരിക്കും. എന്താ 2018 അഗൈൻസ്റ്റ് കാണിക്കുന്നത് മൊത്തം 2019 ആയിരിക്കും. 2019 അഗൈൻസ്റ്റ് കാണിക്കുന്ന ഒന്നും ഉണ്ടാവില്ല. 2020 ഇല്ലല്ലോ.
മൊത്തം ബ്ലാങ്ക് ആയിരിക്കും. നെക്സ്റ്റ് ആണ് കൺസെപ്റ്റ് കൂടി ഉണ്ട് കേട്ടോ, അതുകൂടെ ജസ്റ്റ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തു. ഇപ്പോഴുള്ള ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കിയാൽ മതി, ജസ്റ്റ് കാണിച്ചു തന്നു മാത്രമേ. ഇതൊക്കെ ടൈം ഇന്റലിജൻസ് അകത്ത് വരുന്ന ഫങ്ഷൻസ് ആണ്. ആ ഫങ്ഷൻസിന് പ്രോപ്പറായി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ബിൽഡ് ചെയ്ത് കൊടുക്കണം? ഡേറ്റിനെ ബേസ് ചെയ്തിരിക്കുന്ന ആ ഒരു മാസ്റ്റർ ഡേറ്റ് ടേബിൾ നമ്മളവിടെ ബിൽഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുണ്ടെങ്കിൽ ഈ ഫങ്ഷൻസിന് പ്രോപ്പറായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടോ, എല്ലാ ഫംഗ്ഷന്റെ അകത്തും ഏത് ആർഗ്യുമെന്റ് കോമൺ ആയിട്ടുണ്ട്? ഡേറ്റ്സ്. ആ ഡേറ്റ് മൊത്തം നമ്മൾ എവിടുന്ന് യൂസ് ചെയ്യുന്നത്? നമ്മുടെ മാസ്റ്റർ ഡേറ്റ് ടേബിൾ ആയ ഡേറ്റ് ടേബിളിലെ ഡേറ്റ് പോകണം. അതിനാണ് ആ ഒരു ടേബിൾ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നതിന്റെ റീസൺ. ഇത് നമ്മൾ എന്ത് ചെയ്തു? എല്ലാവർക്കും ഓക്കെ ഇതുവരെ പറഞ്ഞത്. ഇപ്പൊ കറണ്ട് ഇയറിലെ സെയിൽസ് അഗെയിൻസ്റ്റ് പ്രീവിയസ് സെയിൽസ് കമ്പയർ ചെയ്യാൻ പഠിച്ചു. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം 2018 ജാനുവരിയിൽ എത്ര കണ്ടു? 9,44,532. ഇവിടെ വരുമ്പോൾ എത്രയായി? അഗെയിൻസ്റ്റ് ആരുമായിട്ടാണ്? 2017 ജാനുവരി 10,24,700. ഇപ്പോൾ ക്ലയന്റ് എന്നോട് ചോദിക്കുവാണ്, ഈ പ്രീവിയസ് ഇയറിൽ നിന്ന് കറണ്ട് ഇയറിലോട്ട് എത്തുമ്പോഴേക്കും ആ വാല്യൂവിൽ എത്ര പെർസെന്റേജ് ഗ്രോത്ത് വന്ന് ചോദിക്കണം. ഇത് പ്രീവിയസ് ഇയറിലെ ആ ഒരു വാല്യൂവിൽ നിന്ന് കറണ്ട് ഇയറിലോട്ട് വരുമ്പോഴേക്കും അതിൽ എത്ര ഗ്രോത്ത് വന്നു. ജസ്റ്റ് നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നോട്ട് പാഡ് ഓപ്പൺ ചെയ്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2017 ജാനുവരിയിൽ ഒരു 100 രൂപയുടെ സെയിൽ നടന്നു. നിങ്ങൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട, ഞാൻ ഇവിടെ കൊടുക്കുന്ന വാല്യൂ നോക്കിയാൽ മതി. അത് 2018 ജാനുവരി ആകുമ്പോഴേക്കും ആ 100 എന്തായി? 200 മാറി. ക്ലിയർ ആയോ? അപ്പോൾ ചോദിക്കുവാണ്, ഈ 2000 ജാനുവരിയിൽ നിന്ന് 2018 ജാനുവരി ആകുമ്പോഴത്തേക്കും ആ വാല്യൂ എത്ര പെർസെന്റേജ് ഗ്രോ ചെയ്തു? അതായത് ഈ 100 200 ആകുമ്പോഴേക്കും എത്ര പെർസെന്റേജ് അവിടെ ഗ്രോത്ത് വന്നു? പെർസെന്റേജിനായിരിക്കും എപ്പോഴും കമ്പനീസ് എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻസ് പാസ് ചെയ്യുക. അത് നോക്കിയിട്ട് അവർക്ക് എന്ത് മനസ്സിലാക്കാം? നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഇല്ലയോ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം. കാരണം രണ്ട് വാല്യൂ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വലിയ ചേഞ്ചസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ കാണാം 2018 ഫെബ്രുവരി 2017 ഫെബ്രുവരി പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ്? 9 lakh 9 lakh. പക്ഷെ അതിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എത്ര പെർസെന്റേജ് ആണ് അവിടെ വന്നിരിക്കുന്നത് ഡിഫറൻസ് കണ്ടുപിടിക്കണം. ജസ്റ്റ് ഈ 100ന്റെ എത്ര പെർസെന്റേജ് ആയിട്ടാണ് 200 മാറി. അപ്പോൾ ഇത് ഇയർ വൈസ് ആണ് ഈ കൺസെപ്റ്റ് നോക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് YOY. ഇയർ ഓവർ ഇയർ ഗ്രോത്ത് പെർസെന്റേജ് ആണ് അതിനെ കോൾ ചെയ്യുക. ഇയർ ഓവർ ഇയർ. പ്രീവിയസ് ഇയറിൽ നിന്ന് കറണ്ട് ഇയറിൽ ആ ഒരു പീരീഡിൽ എത്തുമ്പോഴേക്കും എത്ര പെർസെന്റേജ് ആ വാല്യൂ ഗ്രോ ചെയ്തു. ഗ്രോ മീൻസ് എന്ത് ചെയ്യാം? ഇൻക്രീസിംഗും ആകാം ഡിക്രീസിംഗും ആകാം, രണ്ടും ആകാം. അപ്പോൾ എത്ര പെർസെന്റേജ് ആ ഗ്രോത്ത് വന്നു എന്ന് കാണാം. യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരിക്കും? ഫംഗ്ഷൻ ഒന്നുമില്ല, നമ്മൾ മാനുവലി എഴുതി ഉണ്ടാക്കണം. അത് 100 എങ്ങനെ 200 ആയി മാറി, എത്ര പെർസെന്റേജ് ഇൻക്രീസ് വന്നു, ആ പെർസെന്റേജ് വാല്യൂ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരിക്കും? പറഞ്ഞ ക്വസ്റ്റ്യൻ ക്ലിയർ ആയ എല്ലാവർക്കും? 200 മൈനസ് 100 ഡിവൈഡ് ബൈ എന്തായിരിക്കും? 100 ഇൻറ്റു 100. അതായത് ഇതായിരിക്കും ഇവിടെ കണ്ടുപിടിക്കണം. 200 മൈനസ് 100 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 പെർസെന്റേജിലോട്ട് മാറ്റാൻ 100. ക്ലിയർ ആയോ? എത്രയൊക്കെ വാല്യൂ കിട്ടുക? 100% തന്നെ കിട്ടും. എന്തായി? നിങ്ങൾ ജസ്റ്റ് ഇവിടെ ചെക്ക് ചെയ്താൽ മതി. 100ന്റെ എത്രയായിരിക്കും 200 മാറുമോ? ഇതിന്റെ കൂടെ ഒരു 100 കൂടെ ആഡ് ചെയ്താൽ എത്രയായി? ഇതിന്റെ 100% ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 250 ആയി. ഇനി വേണം എന്ത് ചെയ്യാം? ഇത് 150 ആണ്. അപ്പൊ എന്താവും? ഇത് ഇവിടെ 150 മൈനസ് 100 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100. ഇത് എത്രയാവും? 50% എന്താണ്? പ്രീവിയസ് ഇയറിലെ 50% എന്തായി?
കറണ്ട് ഇയറിൽ എത്തുമ്പോഴേക്കും സെയിൽസ് ഗ്രോ ചെയ്തിട്ടുണ്ടാണ്. എന്തായി 100ന്റെ കൂടെ 50 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയത് കിട്ടിയത്. ഈ ഒരു കൺസെപ്റ്റ് വിളിക്കുന്നതാണ് YoY ഗ്രോത്ത്. അപ്പോൾ അതിന്റെ ജനറലൈസ്ഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കറണ്ട് ഇയറിലെ വാല്യൂ കറണ്ട് ഇയർ മൈനസ് പ്രീവിയസ് ഇയർ ഡിവൈഡ് ബൈ എന്തായിരിക്കും? കറണ്ട് ഇയർ ആണോ പ്രീവിയസ് ഇയർ ആണോ? ഇതാണ് പ്രീവിയസ് ഇയർ ഇൻറ്റു 100. ഇതായിരിക്കും അതിന്റെ ഇക്വേഷൻ. ഇത് കറണ്ട് ഇയറിലെ വാല്യൂ മൈനസ് പ്രീവിയസ് ഇയറിലെ വാല്യൂ ഹോൾ ഡിവൈഡ് ബൈ പ്രീവിയസ് ഇയറിലെ വാല്യൂ ഇൻറ്റു 100. അതാണ് അവിടെ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ YoYയുടെ പെർസെൻറ്റേജ് വാല്യൂ കണ്ടുപിടിക്കാനാണ് ആക്ച്വലി ഈ സെയിം പീരിയഡ് ലാസ്റ്റ് ഇയർ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ MOM എന്നുണ്ട്. എന്തായിരിക്കും? മന്ത് ഓവർ മന്ത്. എന്തായിരിക്കും? പ്രീവിയസ് മന്തിൽ നിന്ന് കറണ്ട് മന്തിലോട്ട് വരുമ്പോഴേക്കും എത്ര പെർസെന്റേജ് ഗ്രോ ചെയ്തു? എന്തായിരിക്കും? കറണ്ട് മന്ത് മൈനസ് പ്രീവിയസ് മന്ത് ഡിവൈഡ് ബൈ പ്രീവിയസ് മന്ത്. സെയിം കൺസെപ്റ്റ് തന്നെ. നമുക്കിവിടെ എന്ത് ചെയ്യാം? YoY കണ്ടുപിടിക്കാം. ഇപ്പൊ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണമല്ലേ? ഡിവൈഡ് ചെയ്യാൻ നമുക്ക് ഏത് ഫംഗ്ഷൻ അറിയാം? ഡിവൈഡ് ഫംഗ്ഷൻ തന്നെ അറിയാം. അതിൽ എന്തൊക്കെ പാസ് ഉണ്ട് ആർഗ്യുമെന്റ്സ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. എന്ത് ചെയ്തു? മെഷറിന്റെ പേര് YoY സെയിൽസ് പെർസെൻറ്റേജ് YoY സെയിൽസ് കൊടുക്കും ഈക്വൽ ടു ഡിവൈഡ് ഓഫ് ന്യൂമറേറ്റർ എന്തായിരിക്കും? കറണ്ട് ഇയറിലെ വാല്യൂ മൈനസ് പ്രീവിയസ് ഇയറിലെ വാല്യൂ. കറണ്ട് ഇയർ ആയിരിക്കും ആക്ച്വലി നമ്മുടെ നോർമൽ ടോട്ടൽ സെയിൽസ്. ഇതാണല്ലോ കറണ്ട് ഇയർ മൈനസ് പ്രീവിയസ് ഇയർ. ആരാണ്? ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ കോമ എന്തായി ഡിനോമിനേറ്റർ. ആരായിരിക്കും ഡിനോമിനേറ്റർ വരുമോ? ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയർ. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഫംഗ്ഷൻ അവിടെ ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇപ്പൊ എന്തായി? ഇത് ഇവിടെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. ഇത് ഈ വിഷലോട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താവും? ഇത് നമ്മുടെ ഓരോ ഡേറ്റിനനുസരിച്ചിട്ട് മാറും. ഇത് ഇവിടെ എത്തുമ്പോൾ എന്താവും? 2018 ജാനുവരി ആവും. ഇത് ഒബ്വിയസ്ലി ആരാവും? 2017 ജാനുവരിയുടെ ആവും. ഫിൽട്ടർ അതിൻ്റെ അകത്തോട്ട് കയറും. ഇത് ആരുടെ ആവും? 2017 ജാനുവരി. അപ്പൊ ഇവിടെ എത്തുമ്പോൾ എന്തായി? ഈ വാല്യൂ എന്താവും? 9,44,532 മൈനസ് 10,24,700 ഡിവൈഡ് ബൈ 10,24,700. അപ്പോൾ എന്തായി? ന്യൂമറേറ്ററിൽ ഒരു ചെറിയ വാല്യൂ ആയിരിക്കും, ഡിനോമിനേറ്റർ ഒരു വലിയ വാല്യൂ ആയിരിക്കും. ഒബ്വിയസ്ലി വാല്യൂ എന്തായിരിക്കും? 0. വാല്യൂസ് ആയിരിക്കും. അപ്പൊ അതിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇങ്ങനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഫോർമാറ്റ് ജസ്റ്റ് പെർസെൻറ്റേജ് സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഒരു മെഷർ ആവശ്യത്തിലോട്ട് ആഡ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. പ്രീവിയസിൽ നിന്ന് കറണ്ടിലോട്ട് എത്തുമ്പോൾ എന്തായി? 7.82% ഡൗൺ ആയി പോയാണ്. നെഗറ്റീവ് മീൻസ് ഡൗൺ ആയി. അത് പ്രീവിയസിൽ നിന്ന് കറണ്ടിലോട്ട് വരുമ്പോഴേക്കും ഡൗൺ ആണ് സംഭവിച്ചത്. റവന്യൂ ഇൻക്രീസ് അല്ല, റവന്യൂ ഡിക്രീസ് ആയി. എത്ര പെർസെൻറ്റേജ്? ലാസ്റ്റ് ഇയറിന്റെ 7.82% ഡൗൺ ആയി. അതുപോലെ ഇവിടെ കാണാൻ പറ്റും മാർച്ചിൽ ലാസ്റ്റ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് ഇയറിൽ എത്തുമ്പോൾ എന്തായി? 7.36% റവന്യൂ ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് ആ YoY എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അവർ കൂടുതലും കമ്പനീസ് ഫോക്കസ് ചെയ്യുന്നത് YoY എന്ന് പറഞ്ഞ ഒരു പെർസെൻറ്റേജ്. എത്ര പെർസെൻറ്റേജ് ഗ്രോ ചെയ്തു? അവർ അതിനായിരിക്കും ടാർഗറ്റ് വെക്കുന്നുണ്ടാവുക. പ്രീവിയസ് നിന്ന് കറണ്ടിലോട്ട് എത്തുമ്പോൾ മിനിമം 10% ഗ്രോ ചെയ്യുന്നതൊക്കെ അവരുടെ ടാർഗറ്റ്. അപ്പൊ അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെന്ന് അവർക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ക്ലിയർ ആയോ? അപ്പൊ അതിനാണ് ഈ ഒരു പെർസെൻറ്റേജ് വാല്യൂ യൂസ് ചെയ്യാം. ഈ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ടോട്ടൽ സെയിൽസ് ലാസ്റ്റ് ഇയറിലെ വാല്യൂ കിട്ടണം. അതിനാണ് നമ്മൾ ആര് യൂസ് ചെയ്യുക? സെയിം പീരിയഡ് ലാസ്റ്റ് ഇയറും പ്രീവിയസ് മന്തും ഡേറ്റയുടെ ഒക്കെ പോലെ ഫംഗ്ഷൻസ് യൂസ് ചെയ്യും. സിറ്റുവേഷൻ ബേസ് ചെയ്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റി യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? ഓൺലൈൻ ക്ലിയർ ആയോ എല്ലാവർക്കും? Yes, sir. ഓക്കെ. അപ്പോൾ പ്രോപ്പറായിട്ടൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത്
എല്ലാവരും ചെയ്തു കഴിഞ്ഞോ? ഓക്കെ. ഓൺലൈൻ എല്ലാവരും ചെയ്തു കഴിഞ്ഞോ? Yes, sir. Yes, sir. ഞാൻ ഇനി അടുത്ത എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി ക്യുമുലേറ്റീവ് ടോട്ടൽ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ? ക്യുമുലേറ്റീവ് ടോട്ടൽ ഓർമ്മയുണ്ടോ? ക്ലാസ് ഉണ്ടായിരുന്നോ? ക്യുമുലേറ്റീവ് ടോട്ടൽ കണ്ടുപിടിച്ച എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? യെസ്. ആ കൺസെപ്റ്റ് ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ക്യുമുലേറ്റീവ് ടോട്ടൽ ആഡ് ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ ഓളൊക്കെ വെച്ചിട്ട് കണ്ണുകളൊക്കെ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ? ക്യുമുലേറ്റീവ് ചെയ്തൊക്കെ ഓൺലൈൻ ഓർമ്മയുണ്ടോ എല്ലാവരും? ക്യുമുലേറ്റീവ് ടോട്ടൽ ഒക്കെ കണ്ടുപിടിച്ചതിന്റെ ഓർമ്മയുണ്ടോ? Yes, sir. Yes, sir. ഓർമ്മ. ഓക്കെ. അതിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ അടുത്തതിൽ മൂവ് ചെയ്യുന്നത്. അന്ന് ഇത് അത്രയും കോംപ്ലക്സിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഡയറക്റ്റ് ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ ചെയ്തെന്നോളൂ. ഓക്കെ. ആ കൺസെപ്റ്റിന്റെ പേരാണ് YTD. നിങ്ങൾ ഇതിനും വീഡിയോ ടേം കേട്ടോ? YTD അതന്നെ, ഇയർ ടു ഡേറ്റ്. അത് തന്നെയാണ് കൺസെപ്റ്റ്. എവിടെയും കണ്ടു ഈ ഒരു ടേം, ഇയർ ടു ഡേറ്റ്. ന്യൂസൊക്കെ കാണുന്നവരാണെങ്കിൽ കേൾക്കാൻ ചാൻസ് ഉണ്ട്. ഫിനാൻസ് റിലേറ്റ് ചെയ്തതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് YTD വാല്യൂസ് ഒക്കെ അവർ കൊടുക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ ഈ YTD എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് തന്നെയാണ് ആക്ച്വലി. അത് ക്യുമുലേറ്റീവിന്റെ വേറൊരു ലെവൽ കൺസെപ്റ്റ് എന്ന് പറയാം. അത് ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ റണ്ണിങ് ടോട്ടലിന്റെ ഒരു ഡെറിവേഷൻ നമുക്ക് അതിനെ കോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഒരു ഡിഫറൻസ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് 2018 ഓഗസ്റ്റ് 15 YTD സെയിൽസ് കണ്ടുപിടിക്കാൻ പറയാണ്. ക്ലയന്റ് റിക്വയർമെന്റ് ഇതാണ്, 2018 ഓഗസ്റ്റ് 15 YTD സെയിൽസ്. ബേസിക്കലി പറഞ്ഞാൽ ക്യുമുലേറ്റീവ് സെയിൽസ് തന്നെ അല്ലെങ്കിൽ റണ്ണിങ് സെയിൽസ് തന്നെ. അപ്പൊ നമ്മൾ ക്യുമുലേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്ത് ആർക്കാവും? എക്സ്പ്രഷനെക്കാളും കൂടുതൽ ഫോക്കസ് ആ ഒരു ഡേറ്റ് റേഞ്ചാണ് നമ്മൾ എപ്പോഴും ഫസ്റ്റ് ചൂസ് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ 2018 ഓഗസ്റ്റ് ആകുമ്പോൾ നമ്മൾ നോർമൽ ക്യുമുലേറ്റീവ് ആണെങ്കിൽ എവിടെ നിന്നായിരിക്കും ഇന്റർവൽ സ്റ്റാർട്ട് ചെയ്യാൻ പറയാം? ആ ടേബിളിലെ ഏറ്റവും മിനിമം ഡേറ്റിൽ നിന്നല്ലേ? എവിടെ നിന്നായിരിക്കും? നമ്മുടെ കേസ് ആണെങ്കിൽ 2017 ജാനുവരി 1 ടു എത്ര വരെ? 2018 ഓഗസ്റ്റ് 15 വരെ. ഇത് നോർമൽ ക്യുമുലേറ്റീവിന്റെ കൺസെപ്റ്റ്. അതാണ് ഈ YTD ആയിട്ട് വരുമ്പോൾ അവിടെ വരുന്ന ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റർവെൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആ റെസ്പെക്റ്റീവ് ഇയറിന്റെ ഫസ്റ്റ് ഡേ തൊട്ടായിരിക്കും. അതാണ് അവിടെ വരുന്ന ഡിഫറൻസ്. YTD ആണെങ്കിൽ ആ റെസ്പെക്റ്റീവ് ഇയറിന്റെ ഫസ്റ്റ് ഡേ തൊട്ടായിരിക്കും എന്ത് ചെയ്യുക? ഇന്റർവെൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ എവിടുന്നായിരിക്കും? 2018 ജാനുവരി 1 മുതൽ എത്ര വരെ പോകും? 2018 ഓഗസ്റ്റ് 15. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് എന്ത്? YTD. ഇത് ആ ഒരു ഡേറ്റിന്റെ YTD സെയിൽസ് എന്ന് പറയാം. ഈ ഒരു 2018 ജാനുവരി 1 തൊട്ട് ഓഗസ്റ്റ് 15 വരെ നടന്ന ഓവറോൾ സെയിൽസിന്റെ സമ്മായിരിക്കും ആ ഒരു ദിവസത്തെ YTD സെയിൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഡേറ്റ് നമുക്ക് പറയാം. 2018 തന്നെ നവംബർ 21 YTD പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഏതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്ന ഡേറ്റ് റേഞ്ച്? എവിടെ തൊട്ട് ഇവിടെ വരെ ആയിരിക്കും? YTD എന്തായി? ആ ഒരു സ്പെസിഫിക് ഇയറിന്റെ ഫസ്റ്റ് ഡേ എവിടെ തൊട്ടായിരിക്കും? 2018 ജാനുവരി 1 തൊട്ട് എത്ര വരെ പോകും? 2018 നവംബർ 21 വരെ പോകും. ഇനി അടുത്തത് 2000. നമുക്ക് ഇന്നത്തെ ഡേറ്റ് എടുക്കാം. എത്രയാണ്? 2025 ഒക്ടോബർ 10. അതിന്റെ YTD റവന്യൂ കണ്ടുപിടിക്കുക. എവിടെ നിന്നായിരിക്കും ഇന്റർവൽ സ്റ്റാർട്ട് ചെയ്യുക? ആ ഒരു സ്പെസിഫിക് ഇയറിന്റെ ഫസ്റ്റ് ഡേ എപ്പോഴേ? 2025 ജാനുവരി 1 തൊട്ട് എത്ര വരെ പോകും? 2025 എത്ര വരെയാണ്? 2025 ഒക്ടോബർ 10 വരെ അത് പോകും. ഇതാണ് YTD.
ആ ഇന്റർവെൽ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും ആ ഒരു ഇയറിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ് വരെ ആ ഇന്റർവെലിനകത്ത് എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയാണെങ്കിൽ ഈ ഒരു ഇന്റർവെലിനകത്ത് ആര് ഇവാലുവേറ്റ് ചെയ്യണം, സെയിൽസിന്റെ എക്സ്പ്രഷൻ ഇവാലുവേറ്റ്. ഇവിടെയാണെങ്കിൽ ഈ ഇന്റർവെലിനകത്ത് ആര് ഇവാലുവേറ്റ് ചെയ്യണം, പ്രോഫിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടെയാണെങ്കിലോ ഈ ഒരു എക്സ്പ്രഷൻ ഈ ഒരു ഇന്റർവെലിന്റെ ഇടയിൽ റവന്യൂവിനെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ടൻസ് എപ്പോഴും ആർക്കാ പാസ് ചെയ്യാം, ഡേറ്റ് റേഞ്ചിനായിരിക്കും ഇമ്പോർട്ടൻസ് വരുള്ളൂ. ക്ലിയർ ആണ് എല്ലാവർക്കും? YTD നമ്മൾ പഠിച്ച ക്യൂമുലേറ്റീവ് തന്നെ, പക്ഷെ ഇന്റർവെല്ലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നായിരിക്കും, ആ റെസ്പെക്റ്റീവ് ഇയറിന്റെ ഫസ്റ്റ് ഡേ തൊട്ടായിരിക്കും. എല്ലാവരും ക്ലിയർ ആണോ YTD എന്ന കൺസെപ്റ്റ്? ഓൺലൈൻ ക്ലിയർ ആണ് എല്ലാവർക്കും YTD? Yes, sir. Yes, sir. Clear answer. ഇതിന് ഇംപ്ലിമെന്റേഷൻ ഇതിനേക്കാളും സിമ്പിൾ ആണ്. ഡയറക്റ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. ആ ഫംഗ്ഷന്റെ പേരാണ് ടോട്ടൽ YTD. നമ്മൾ ലോജിക് ഒന്നും യൂസ് ചെയ്യണ്ട, ജസ്റ്റ് ആ ഫംഗ്ഷനകത്ത് 2 ആർഗ്യുമെന്റ്സ് ആണ് മെയിൻ ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ആർഗ്യുമെന്റ് ആരുടെ YTD ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആ ഒരു ഡാക്സിന്റെ പാസ് ചെയ്യേണ്ടി വരും. സെക്കൻഡ് ആർഗ്യുമെന്റ് എന്തായിരിക്കും, ഇതൊരു ടൈം ഇന്റലിജൻസ് ഫംഗ്ഷൻ ആണ്. സെക്കൻഡ് ആർഗ്യുമെന്റ് ആരായിരിക്കും, ഡേറ്റ് അല്ല ഡേറ്റ്സ്. ഇത്രയും പാസ് ചെയ്യണം, ബാക്കിയൊക്കെ ആര് ചെയ്തോളും. ആ ഫംഗ്ഷന്റെ അകത്ത് അവർ എഴുതി ഉണ്ടാക്കിയ ലോജിക്ക് വർക്ക് അന്ന് ഇതേപോലെ ലോജിക് ഒന്നും എഴുതി ഉണ്ടാക്കില്ല കേട്ടോ. ഫംഗ്ഷൻ ഡയറക്ട്ലി അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ലാസ്റ്റ് ക്ലാസ് എന്തായിരുന്നു ചെയ്ത്, ക്യുമുലേറ്റീവ് നമ്മൾ തന്നെ ലോജിക്ക് എഴുതി ഉണ്ടാക്കി. ഇവിടെ ലോജിക്ക് വേണ്ട ഡയറക്ട്ലി ഇൻബിൽട്ട് ഫംഗ്ഷൻ തന്നെ അവിടെ, അതങ്ങ് ഡയറക്റ്റ് കോൾ ചെയ്താൽ മതി. പക്ഷെ പുറകിൽ വർക്കുന്ന ലോജിക്കാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി ഉണ്ടാക്കട്ടെ ലോജിക്കൊക്കെ, താല്പര്യമുണ്ടെങ്കിൽ പറ്റുമൊക്കെ ചെയ്യുമോ, ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഇതും ടൈം ഇന്റലിജൻസ് ഫംഗ്ഷൻ തന്നെയാണ്. ക്യുമുലേറ്റീവ് ഒക്കെ ആക്ച്വലി ടൈം ഇന്റലിജൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ക്യുമുലേറ്റീവ് ഒക്കെ. പക്ഷെ നമ്മളൊന്ന് ഫംഗ്ഷൻ യൂസ് ചെയ്യാതെ ലോജിക്ക് വെച്ചിട്ട് ചെയ്തു, എന്നതിന്റെ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ YTD എല്ലാവർക്കും ഓക്കെ ആണോ? നോട്ട് ചെയ്ത് വെച്ചോ. ഇംപ്ലിമെന്റേഷനിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് YTD കഴിഞ്ഞാൽ പറഞ്ഞോളൂ. സാർ എനിക്ക് ഇടയ്ക്കൊന്ന് ആപ്പ് സ്റ്റക്ക് ആയിരുന്നു, അപ്പൊ ഞാൻ പോയായിരുന്നു. ഒന്നൊന്ന് പറഞ്ഞുതരാമോ? എവിടെ മനസ്സിലാവാത്ത റുക്മിണിക്ക് എവിടുന്ന് സ്റ്റക്കായി പോയത് എവിടുന്ന്? ഞാൻ ഇത് തുടങ്ങിയപ്പോ തന്നെ ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചേരം മുന്നേ കയറി, അപ്പൊ ലാസ്റ്റ് ഇത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തായപ്പോഴേ കയറിയത്. ഓക്കെ, റുക്മിണി അന്ന് ക്യുമുലേറ്റീവ് ടോട്ടൽ എടുക്കുമ്പോൾ ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇപ്പം 2018 ഇവിടെ YTD പറഞ്ഞ കൺസെപ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. YTD പറഞ്ഞാൽ ഇയർ ടു ഡേ. അത് നമ്മൾ അന്ന് ചെയ്ത പോലെയല്ല, ഒരു ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ റണ്ണിങ് ടോട്ടൽ സെയിം കൺസെപ്റ്റാണ് വരുന്നത്. ഓക്കെ, എനിക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 2018 ഓഗസ്റ്റ് 15 YTD സെയിൽസ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, നോർമലി അത് ക്യുമുലേറ്റീവ് സെയിൽസ് എന്നുള്ള കൺസെപ്റ്റിലോട്ട് ഫസ്റ്റ് പോവാം. ക്യുമുലേറ്റീവ് ആണെങ്കിൽ എവിടുന്നായിരിക്കും ഡേറ്റ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുക? ഒരു നോർമൽ ക്യുമുലേറ്റീവ് ആണെങ്കിൽ ഈ ഒരു ഡേറ്റിന്റെ കിട്ടണമെങ്കിൽ നമ്മൾ എവിടുന്നായിരിക്കും ഇന്റർവെൽ സ്റ്റാർട്ട് ചെയ്യുക? ലാസ്റ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ? പ്രീവിയസ് അല്ല, ഏറ്റവും മിനിമം ഡേറ്റ് എവിടുന്നായിരിക്കും? 2017 ജാനുവരി 1 തൊട്ട് 2018 ഓഗസ്റ്റ് 15 വരെ ആയിരിക്കും. അത് YTDയിലോട്ട് മാറുമ്പോൾ അവിടെ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പെസിഫിക് ഡേറ്റിലെ ഇയർ ഏതാണെന്ന് നോക്കും. ആ ഇയറിന്റെ ഫസ്റ്റ് ഡേ തൊട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഡേ വരെ ആയിരിക്കും ഇന്റർവെൽ മൂവ് ചെയ്യാം. ആ ഒരു ഇന്റർവെലിന്റെ അകത്ത് വെച്ചിട്ട് നമ്മുടെ എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വാല്യൂനെ വിളിക്കുന്ന പേരാണ് YTD സെയിൽസ്, മീൻസ് ഇയർ ടു ഡേറ്റ് സെയിൽസ്. ഇനി 2018 നവംബർ 21 എടുക്കുവാണെങ്കിൽ YTD ആണെങ്കിൽ എന്തായി, ആ സ്പെസിഫിക് ഇയറിന്റെ ഫസ്റ്റ് ഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 2018 ജാനുവരി 1 തൊട്ട് സെലക്ട് ചെയ്ത ഡേറ്റ് വരെ. ഇനി 2025 ഒക്ടോബർ 10 ആണെങ്കിൽ ആ സ്പെസിഫൈഡ് ഇയറിന്റെ ഫസ്റ്റ് ഡേ ഏതാണ്? 2025 ജാനുവരി 1 തൊട്ട്
2025 ഒക്ടോബർ 10 വരെ. ക്ലിയർ ആയോ? ആ യെസ് സർ. ഓക്കെ. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ട്, നമ്മൾ ലോജിക് ഒന്നും എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആ ഫംഗ്ഷനാണ് ടോട്ടൽ YTD. 2 ആർഗ്യുമെന്റ്സ് ആണ് പാസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആർഗ്യുമെന്റ് ആരുടെ YTD കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഒരു ഡാക്സിന്റെ എക്സ്പ്രഷനും, സെക്കൻഡ് ആർഗ്യുമെന്റ് ടൈം ഇന്റലിജൻസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ എവിടുന്നാണ് ഡേറ്റിനൊക്കെ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതും. അത് 2 എണ്ണം കൊടുത്താൽ മതി. ബാക്കി ലോജിക്കൊക്കെ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ചെയ്തു തന്നു. ക്ലിയർ ആയോ? ആ യെസ് സർ. ഓക്കെ. ഓഫ്ലൈൻ ഓൺലൈൻ എല്ലാവർക്കും ഇത് ഓക്കെയാണോ? YTD. ഓക്കെ. ജസ്റ്റ് ഇംപ്ലിമെന്റേഷൻ നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പുതിയൊരു പേജിലോട്ട് വരുന്നു. ഞാൻ ടേബിൾ ലിസ്റ്റിൽ സെലക്ട് ചെയ്തു. ഔട്ട്പുട്ട് ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ടേബിൾ ലിസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ സ്ലൈസർ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിലോട്ട് എന്തായിരിക്കും, ക്യുമുലേറ്റീവ് ആയതുകൊണ്ട് ഡേറ്റ് ഇന്റർവൽ ഉണ്ടെങ്കിലേ കറക്റ്റ് മനസ്സിലാവും. ഇയറും മന്തും ആഡ് ചെയ്തു. നമ്മുടെ നോർമൽ ടോട്ടൽ സെയിൽസും ആഡ് ചെയ്തു. ഓക്കെ. ഇനി YTD സെയിൽസ് കണ്ടുപിടിക്കാൻ പോവാണ്. ന്യൂ മെഷർ, മെഷറിന്റെ പേര് ഞാൻ അവിടെ YTD സെയിൽസ് തന്നെ പാസ് ചെയ്തു. ഈക്വൽ ടു ഫംഗ്ഷൻ ഏതായിരുന്നു? ടോട്ടൽ YTD. ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇവാലുവേറ്റ് ദ സ്പെസിഫൈഡ് എക്സ്പ്രഷൻ ഓവർ ദ ഇന്റർവൽ വിച്ച് ബിഗിൻസ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ ഇയർ ആൻഡ് എൻഡ്സ് വിത്ത് ദ ലാസ്റ്റ് ഡേറ്റ് ഇൻ ദ സ്പെസിഫൈഡ് ഡേറ്റ് കോളം. അപ്പൊ ഫസ്റ്റ് പാസ് ചെയ്യുന്നത് ആരുടെ YTD, നമുക്ക് ആരുടെ കണ്ടു, ടോട്ടൽ സെയിൽസ്, അത് പാസ് ചെയ്യാം. കോമ. സെക്കൻഡ് ആർഗ്യുമെന്റ് അത്രയേ ഉള്ളൂ. നിങ്ങൾ എവിടുന്നാണ് ഈ ഡേറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പോകുന്നത്? എവിടുന്നാണ്? ഡേറ്റ് ടേബിളില്. ഇപ്പൊ മനസ്സിലായോ? ആ ഒരു ടേബിളിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായോ? എല്ലാ ടൈമിന്റെ ഫംഗ്ഷനകത്തും ഓരോ ആർഗ്യുമെന്റ് ആണ് ആ ഡേറ്റ് കോളത്തിനാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടോ. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു മാസ്റ്റർ ഡേറ്റ് ടേബിൾ കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ ഒരു മെഷർ ഞാൻ നേരെ എടുത്തിട്ട് വിഷ്വലോട്ട് ആഡ് ചെയ്യുന്നു. ഇവിടെ കാണാൻ പറ്റും ഓരോ ഇയറിനും സ്പെസിഫൈഡ് ആയിട്ട് കാണാൻ പറ്റും. ജാനുവരി സ്റ്റാർട്ട് ചെയ്തു, ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് അവിടെ ഇവിടെ സ്റ്റോപ്പായി, ഡിസംബറിൽ സ്റ്റോപ്പായി. എന്താണ്, ആ ഇയർ കംപ്ലീറ്റ് ആയി. ഇനി 2018 ജനുവരി മുതൽ പുതിയൊരു വർഷമായില്ലേ, അവിടുന്ന് വീണ്ടും സ്റ്റാർട്ടായി ക്യൂമുലേറ്റീവ് ഉണ്ടാവും. ഇവിടുന്ന് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് 2018 ഡിസംബർ മുതൽ സ്റ്റോപ്പായി. പിന്നെ 2019 വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയല്ലോ. ഇന്റർവൽ എപ്പോഴും ആ ഇയറിന്റെ സ്റ്റാർട്ടിംഗ് ഡേ തൊട്ടായിരിക്കും ഇന്റർവൽ സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ ആണ് എല്ലാവർക്കും ഈ ഒരു കൺസെപ്റ്റ്? ഓൺലൈൻ കൺസെപ്റ്റ് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്ത്. കൺസെപ്റ്റ് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം. നിങ്ങൾ നാളെ വരുമ്പോഴേക്കും നമ്മൾ YTD ചെയ്തല്ലോ, ഇതുപോലെ QTD പറഞ്ഞ കൺസെപ്റ്റും ഉണ്ട്,
MTD എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ക്വാർട്ടർ ടു ഡേറ്റും മന്ത് ടു ഡേറ്റും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നാൽ അതിന്റെ പുറകിൽ വർക്കുന്ന ലോജിക്ക് ഫംഗ്ഷൻ എന്തായിരിക്കും? ടോട്ടൽ QTDയും ടോട്ടൽ MTDയും. ഇംപ്ലിമെന്റേഷൻ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ അതിന്റെ പുറകിൽ വർക്കുന്ന ലോജിക്ക് എന്താണെന്ന് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. QTDയും MTDയും. അപ്പോൾ ഇതുവരെ എടുത്ത എല്ലാ ഡാക്സ് ഫംഗ്ഷനും ചെയ്ത കാര്യങ്ങളെല്ലാം ക്ലിയർ ആണല്ലോ. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതിലൊന്നും എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അതായത് ഞാൻ എല്ലാ പ്രൊജക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പൊ ഇതെല്ലാം ആവശ്യമായിട്ട് വരാറുണ്ട്. അതിൽ പിന്നെ ആവറേജ് അധികം യൂസ് ചെയ്യാറില്ല. കൗണ്ട് ചെയ്യേ. പക്ഷെ കൗണ്ട് റോസ് ഞാൻ യൂസ് ചെയ്ത അവസ്ഥ കണ്ടോ? നമുക്ക് ജസ്റ്റ് എന്താണ് ടേബിളിൽ വരുന്ന ഔട്ട്പുട്ട് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ടൈമിംഗ് അല്ലെങ്കിൽ ഓഗസ്റ്റ് 15 അത് ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഇതിലാണല്ലോ ഡാറ്റ ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? സ്ലൈസർ വെച്ചിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. സ്ലൈസറിന് സെലക്ഷൻ കൊടുക്കാൻ പറ്റുമല്ലോ. സ്ലൈസർ ഇയർ, മന്ത്, ഡേ. ടേബിൾ വിഷലാകുമ്പോൾ എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റും. സ്ലൈസറിലാകുമ്പോൾ നമുക്ക് വേണ്ട ആളെ മാത്രം സെലക്ട് ചെയ്ത് കാണാൻ പറ്റും. ആ ഒരു വ്യത്യാസമുണ്ട്. ഇതിപ്പോ എന്താണ്? എല്ലാ ഇയറിലെയും സ്ലൈസറിലാകുമ്പോൾ നമുക്ക് വേണ്ട ആളെ മാത്രം കാണാൻ പറ്റും. ഏതാ ടേബിൾ? അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. ടേബിൾ അങ്ങനെ ഒരുമിച്ച് കാണിക്കാനാണ് ടേബിൾ യൂസ് ചെയ്യുക. ഒരാൾക്ക് മാത്രം കാണിക്കാനാണ് കാർഡ് വിഷ്വൽ. ഇനി ഇവിടെ കാർഡിൽ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമുക്ക് നോർമൽ ടോട്ടൽ സെയിൽസ് ആഡ് ചെയ്യാം. അടുത്തത് സെലക്ട് ചെയ്യുന്നു. ഇതിലോട്ട് YTD സെയിൽസ് ആഡ് ചെയ്യും. ഇപ്പൊ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്തുകൊണ്ടാണ്? സ്ലൈസറിലെ സെലക്ഷൻ ഒന്നും പോയിട്ടില്ല. ഈ സ്ലൈസറിൽ 2018 ഓഗസ്റ്റ് 15 ഒരൊറ്റ സെലക്ഷൻ. ഇത് 65K എന്തായിരിക്കും? ഓഗസ്റ്റ് 15 മാത്രം. ഈ 7 മില്യൺ എന്തായിരിക്കും? 2018 ഓഗസ്റ്റ് 1 തൊട്ട് 2018 ജാനുവരി 1 തൊട്ട് ഓഗസ്റ്റ് 15 വരെയുള്ള ടോട്ടൽ. സോ നമുക്ക് എന്ത് ചെയ്യാം? ജാനുവരി 1 തൊട്ട് ട്രൈ ചെയ്ത് തുടങ്ങാം. 1 രണ്ടും സെയിം ആയിരിക്കും. സ്റ്റാർട്ടിംഗ് ഡേ എന്തായാലും സെയിം ആയിരിക്കും. 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വ്യത്യാസം കാണാൻ പറ്റും. 46, 79. ഏത് 33 പ്ലസ് 46. ഇനി 79 പ്ലസ് 46 കണ്ടോ? ഇനി 111 പ്ലസ് 32 ഇവിടെ വരും. ഇത് വരുമ്പോൾ എന്താ? ഇവിടുന്ന് പ്ലസ് ആയി. ഇങ്ങനെ ആഡ് ചെയ്ത് കണക്ട് ആണ്. ഇല്ലല്ല, ഇവിടെ നമ്മൾ ഒന്നും ചെയ്യണ്ട. ഇവിടെ ഫുൾ ലോജിക് ആ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ലോജിക്ക് കണ്ടുപിടിക്കണ്ട. ലോജിക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. പക്ഷെ മറ്റേ ക്യുമുലേറ്റീവ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ലോജിക്ക് കണ്ടുപിടിച്ച് ഓളൊക്കെ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതിനെ വേണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യാനും പറ്റും. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ്. പിന്നെ എന്ത് ചെയ്യാം? എന്റെ പവർ എനിക്ക് അത് വേണമെങ്കിൽ റീയൂസ് ചെയ്യാം. ഈ പ്രൊജക്റ്റിൽ റീയൂസ് ചെയ്യാം. പക്ഷെ വീണ്ടും അടുത്തൊരു സ്ഥലത്തോട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലോജിക്ക് എഴുതി ഉണ്ടാക്കിയിട്ട് കൊടുക്കട്ടെ. പക്ഷെ അതിനൊക്കെ എപ്പോഴും എന്തുണ്ടാവണം? പ്രോപ്പറായിട്ട് ഈ ഒരു ഡേറ്റ് ടേബിൾ അവിടെ ഉണ്ടായിരിക്കണം. അതാണ് ഈ ഒരു ഡേറ്റ് ടേബിളിന്റെ പർപ്പസ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അവർ തന്നിരിക്കുന്ന ഡാറ്റയിൽ ഇല്ലെങ്കിലും നമ്മൾ മാനുവലി അത് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവണം. അത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞ ടേബിൾ. അതില്ലെങ്കിൽ ടൈം ഇതിലേക്ക് റിലേറ്റ് ചെയ്ത കാൽക്കുലേഷൻസ് ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഫംഗ്ഷൻ വർക്കൊക്കെ ചെയ്യും കേട്ടോ. ഫംഗ്ഷൻ എറർ ഒന്നും കാണിച്ചു തരില്ല. പക്ഷെ ഔട്ട്പുട്ട് കറക്റ്റ് ആവണമെന്നില്ല. നമുക്കൊരു അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ആണെന്ന് ആർക്കോടും പറയാൻ പറ്റില്ല. മേ ബി ആകാം, ആകാതിരിക്കാം. പക്ഷെ ഈ ഒരു ടേബിൾ ഇവിടെ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ 100% അഷ്യൂർ ചെയ്യാം വരുന്നത് കറക്റ്റ് ആയിരിക്കും. അതാണ് ഈ ടേബിൾ ഇവിടെ കൊടുക്കുന്നതിന് ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് ചെയ്താണ്. ക്യുമുലേറ്റീവ് സെയിൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ ഇത് യൂസ് ചെയ്താൽ പോരെ? ഇല്ല, ക്യുമുലേറ്റീവ് സെയിൽസ് നമ്മൾ ചെയ്യുന്നതായിരുന്നു മുഴുവനും കിട്ടുന്നുണ്ടല്ലോ. 2018 ഓഗസ്റ്റ് 15 സെലക്ട് ചെയ്യുമ്പോൾ അത് 2017 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ? 18 ജാനുവരി 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് ഡിഫറൻസ്. ക്ലിയർ ആയോ? പ്രീവിയസ് ഇയർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇതാകുമ്പോൾ പ്രീവിയസ് ഇയർ എന്നല്ല, ഡാറ്റയിൽ ഏറ്റവും മിനിമം എവിടുന്നാണോ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തൊട്ട് നമ്മൾ സെലക്ട് ചെയ്തവരെ. അത് നോർമൽ ക്യുമുലേറ്റീവ്.
YTD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റിലെ ഇയറിന്റെ ഫസ്റ്റ് ഡേ തൊട്ട് സെലക്ട് ചെയ്ത ഡേറ്റ്. ഓക്കെ. ഇവിടെ 2018 ജാനുവരി 2 എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ YTD എന്തായിരിക്കും? January 1 plus January 2. ഈ സെലക്ട് ചെയ്യുമ്പോൾ 1 plus 2 plus 3. ഇനി ഫെബ്രുവരി ഫസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്തായി? 2018 ജാനുവരി 1 തൊട്ട് ഫെബ്രുവരി 1 വരെ ഉള്ളതാണ് ഈ വാല്യൂ. ക്ലിയർ ആയോ? Yes, sir. ഇതുപോലെ നിങ്ങൾ നാളെ വരുമ്പോഴേക്കും QTDയും MTDയും ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യും കേട്ടോ. ടേബിൾ വിഷ്വലും ചെയ്ത് നോക്കിക്കോളൂ. ഇതുപോലെ സ്ലൈസർ വെച്ചിട്ട് ചെയ്ത് ഒരു വ്യത്യാസമില്ല. ടേബിൾ വിഷ്വലെല്ലാം ഒരുമിച്ച് കാണിച്ചു തരും. സ്ലൈസറിലാവും നമുക്ക് വേണ്ട ആൾക്കാരെ മാത്രം സെപ്പറേറ്റ്ലി കാണാം. റിയൽ കേസിൽ കൂടുതൽ സ്ലൈസറിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നതുകൊണ്ടാ. ഒരു വലിയ ടേബിൾ വിഷ്വൽ ഡിസ്പ്ലേ ചെയ്യുന്ന സ്പേസ് അവിടെ ഉണ്ടാവും റിപ്പോർട്ടിൽ. എല്ലാവർക്കും ജസ്റ്റ് ഒരു കാർഡ് വിഷ്വൽ കാണിക്കുന്ന സമയത്ത് സ്ലൈസറിന്റെ യൂസ് അവിടെ. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യട്ടോ. പ്രാക്ടീസ് ചെയ്താലേ ഈ കൺസെപ്റ്റ് ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ സ്റ്റോർ ആവും. ഇല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് സ്റ്റേജിലോട്ട് മൂവ് ചെയ്യാം. അപ്പൊ നാളെ വരുമ്പോഴേക്കില്ലേ ഈ ടൈം ഇന്റലിജൻസ് ഫംഗ്ഷൻസും നമ്മൾ ഇതുവരെ എടുത്ത കാൽക്കുലേറ്റ് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരുമോ ഇതിന്റെ വേറൊരു ലെവലിലോട്ടാണ് ആൾ എടുക്കാം. അത് മനസ്സിലാവണമെങ്കിൽ ഇതുവരെ എടുത്ത എല്ലാ കൺസെപ്റ്റും മോഡൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്തിട്ട് വരുമോ. അതാണ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായാലും മാത്രം. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓൺലൈൻ ലീവ് ചെയ്യുന്നവർ ലീവ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളാണ് ചോദിച്ചു. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ശരിയാണ്. Thank you, sir. Thank you, sir.